മക്കൾ ഏവർക്കുമുള്ള പ്രത്യേക സ്നേഹവന്ദനം ഞാൻ ഇപ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ചങ്കിൽ പങ്കുവയ്ക്കുകയാണ്. നമ്മൾ ഇന്ന് തിരുവഴുത്തിലേക്ക് ഒന്നുകൂടെ ആഴത്തിൽ കടക്കുകയാണ്. ബൈബിൾ എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്നത് നമുക്ക് വായിച്ച് പഠിക്കേണ്ടതുണ്ട്. അതിൻ്റെ തുടക്കം എന്ന നിലയിൽ ഈ ഒരു സ്ലൈഡ് നമുക്കൊന്ന് വായിക്കാം. അനുഗ്രഹവും ശാപവും രോഗവും ഒക്കെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഒരു ഭാഗം എങ്ങനെ പ്രാപിക്കാം, അപ്പം നമുക്ക് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. സ്പാൻ ഓഫ് കേഴ്സ് അഥവാ ശാപത്തിൻ്റെ വ്യാപ്തി ബൈബിൾ പറയുന്നത് എത്ര വലുപ്പത്തിലാണ്, അതിൽ നിന്നുള്ള വിടുതലുകൾ എങ്ങനെയാണ്, അത് ഏത് രീതിയിലാണ് ബൈബിൾ വ്യക്തമാക്കുന്നത്. ശാപം അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ടെങ്കിൽ അവർക്ക് വിടുതൽ ആവശ്യമുണ്ട്. ആ വിടുതലിന് വേണ്ടി അവരെന്ത് ചെയ്യണം, ബൈബിൾ എന്ത് പറയുന്നു എന്നാണ് നമ്മുടെ അറിവ് വേണ്ടത്. പരിശുദ്ധാത്മാവ് അത് രേഖപ്പെടുത്തിയ വിധം കൃത്യമായി നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ശാപത്തിൻ്റെ വിടുതൽ മാത്രം പോരാ, അനുഗ്രഹവും പ്രാപിക്കാൻ കഴിയണം. അതെങ്ങനെ? ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ അത് ടച്ച് ചെയ്യുന്നത്. അതിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമുക്കൊരു സ്ലൈഡ് കൂടെ ഇവിടെ ഞാനൊന്ന് കാണിക്കാം. ദയവായി നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു സ്ലൈഡിൻ്റെ ചില ഭാഗങ്ങളൊന്ന് പഠിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്നലെ നമ്മൾ പഠിപ്പിച്ചു വന്നപ്പോൾ ശാപത്തിൻ്റെ ആരംഭം നമ്മൾ കണ്ടു. ആരിലാണ് ശാപം ആരംഭിച്ചത് എന്ന് കണ്ടു. അത് കാട്ടുജന്തുക്കളിൽപ്പെട്ട പാമ്പിലാണ് ആദ്യത്തെ ശാപം എന്ന കാര്യം അറിഞ്ഞിരിക്കണം. ഇന്നലെ അത് വായിച്ചതുകൊണ്ടാണ് ഇപ്പോൾ വായിപ്പിക്കാത്തത്. കാട്ടുജന്തുക്കളിൽപ്പെട്ട പാമ്പിനാണ് പ്രഥമ ശാപം ഏറ്റത് എന്ന കാര്യം ഗ്രഹിച്ചിരിക്കുക. ശാപം ആദ്യത്തേത് പാമ്പിനാണ്. ആ വാക്യം ഇന്നലെ വായിച്ചതുകൊണ്ടാണ് ഇപ്പോൾ വായിക്കാത്തത്. രണ്ടാമത്തേത് ഇവിടെ ഒന്ന് വായിക്കാം. വായിച്ചാട്ടെ. Genesis 3:17, 4:11, 9:25. Curse of a person. വ്യക്തിക്ക് ശാപം. ഇവിടെ മനുഷ്യനോട് ബന്ധപ്പെട്ടാണ് വ്യക്തി എന്നിവിടെ പറയുന്ന എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഒരു വ്യക്തിക്ക് ശാപം ലഭിച്ചതാണ് അടുത്തത്. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഒരു വ്യക്തിക്ക് ശാപം ലഭിച്ചത്, അഥവാ വ്യക്തികൾക്കുള്ള ശാപം. അപ്പൊ വ്യക്തികൾക്ക് ശാപം ഏൽക്കുമെന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. പാമ്പിന് ശാപം ലഭിച്ചു. രണ്ടാമത്തേത് വ്യക്തികൾക്ക് ശാപം ലഭിച്ചു. ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. മനുഷ്യനോട് കൽപ്പിച്ചതോ, നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. അവിടെ മൂന്നാമത്തെ ഭാഗമായിട്ട് ഞാൻ ഇവിടെ കാണിക്കുന്നു. അത് രണ്ടാമത്തെ ഭാഗം ഒന്നുകൂടെ വായിക്കാനുണ്ട്. 4:11, 9:25. അവിടെ കനാൻ ശപിക്കപ്പെട്ടു, കയ്യീൻ ശപിക്കപ്പെട്ടു എന്ന കാര്യം ശ്രദ്ധിക്കുക. എന്നാൽ മൂന്നാമത്തെ ഭാഗം ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണാമോ, ഒന്ന് വായിക്കാമോ? Cursed is the ground, Adama, ground, land. അപ്പോൾ അദമയ്ക്ക് ലഭിച്ച ശാപം, ഞാനൊന്നുകൂടെ പറയുന്നു, അദമയ്ക്ക് ലഭിച്ച ശാപം. ഈ ഒരു വലിയ അറിവിലേക്ക് നമ്മൾ കയറി വരണം. ഭൂമിക്ക് എബ്രായ ഭാഷയിൽ 8 പദങ്ങളുണ്ട് എന്ന കാര്യം പ്രഥമത അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ ഏതിനാണ് ശാപമേറ്റത് എന്ന് കൃത്യമായി, ഗ്രൗണ്ടിനെ, ലാൻഡിനെ എന്നാണ് എഴുതിയിരിക്കുന്നത്. എർത്ത് എന്ന വാക്കല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എർത്തിന് ഉപയോഗിക്കുന്ന എബ്രായ പദങ്ങൾ വേറെയാണ്. എന്നാൽ അവിടെ ഗ്രൗണ്ട്, ലാൻഡ് എന്ന ഭാഗമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് തന്നെ 8ഓളം അർത്ഥങ്ങളുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക. ഇവിടെ ഭൂമിക്കുള്ള എബ്രായ പദങ്ങളിൽ ഏറ്റവും വലിയ പദങ്ങൾ നമ്മൾ അറിയേണ്ടത്
ഉൽപ്പത്തി 1:1 ആ പദം കിടക്കുന്നത്. ആ പദമല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു അറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. കാരണം ഭാവി കാലത്ത് ഭൂമിയുടെ ശാപം നീങ്ങുമോ ഇല്ലയോ? ചോദ്യത്തിൻ്റെ ഉത്തരം. അപ്പൊ ഗ്രൗണ്ടിന്റെ ശാപം നീങ്ങുമോ? ലാൻഡിന്റെ ശാപം നീങ്ങുമോ? ഞാൻ ഒന്നുകൂടെ എടുത്തു പറയുന്നു. ക്ലാസ് ആയതുകൊണ്ട്, നെറ്റിലൂടെ ആയതുകൊണ്ട് കേൾക്കുന്നതിന് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ ഞാൻ എടുത്തു പറയുകയാണ്. ഭൂമി ആകെ ശപിക്കപ്പെട്ടു എന്നാണോ, ഗ്രൗണ്ട് ലാൻഡ് ശപിക്കപ്പെട്ടു എന്നാണോ? അപ്പോൾ ഏതിനാണ് ഭാവി കാലത്ത് മാറ്റം വരാൻ പോകുന്നത്? ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അത് നമ്മൾ വിശാലമായി പിന്നീട് താഴെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗം കൃത്യമായി നമ്മൾ പഠിക്കും എന്ന് അറിഞ്ഞിരിക്കുക. ഞാൻ ഒന്നുകൂടെ പറയുന്നു, അത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ കനാൻ ശപിക്കപ്പെട്ടു, കയ്യൻ ശപിക്കപ്പെട്ടു. ഇപ്പോൾ 3 കാര്യങ്ങൾ കൃത്യമായി നമുക്ക് ലഭിച്ചു. അതൊന്ന്, പാമ്പ് കാട്ടുജന്തുക്കളിൽപ്പെട്ടത്. 2, കയ്യനും കനാനും ശപിക്കപ്പെട്ടു. 3, അധമ ശപിക്കപ്പെട്ടു. 4-മത്തെ ഒരു കാര്യം നമുക്കൊന്ന് വായിക്കാം. ആവർത്തനം 11:29. ഇനി നമുക്ക് വാക്യസഹിതമാണല്ലോ പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും ബൈബിൾ തുറക്കാം. കഴിയുന്ന എല്ലാവരും വീഡിയോ ഓപ്പൺ ചെയ്ത് നല്ല സഹകരണം കാണിപ്പാൻ വിനീതമായിട്ട് ഓർപ്പിക്കുന്നു. നിങ്ങളെല്ലാവരും ഐക്യമായി ആ കാര്യത്തിൽ സഹകരിക്കുക, പ്ലീസ്. ആമേൻ. അതിന് നിങ്ങൾ ഞങ്ങളോടുകൂടെ സഹകരിക്കുന്ന സന്തോഷമാണ് എന്ന് ഓർപ്പിക്കുന്നു. നീ കൈവശമാക്കുവാനെ കുറിച്ചുള്ള സ്റ്റഡിയും കൂടെ വേദപുസ്തകം സസൂക്ഷ്മം എഴുതി വച്ചിട്ടുണ്ട് എന്ന കാര്യം വിസ്മരിക്കരുത് എന്ന് ഞാൻ വിനീതമായിട്ട് ഓർപ്പിക്കട്ടെ. അതും കൂടെ പഠിച്ചെങ്കിലാണ് കൃത്യമായി നമ്മുടെ പ്രത്യാശ വർദ്ധിക്കുക എന്ന് അറിഞ്ഞിരിക്കണം. ഞാൻ അവിടേക്ക് പിന്നാലെ വരും. അപ്പോൾ ഏബാൽ മലയിൽ വെച്ച് ശാപം പ്രഖ്യാപിക്കാൻ മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ മറ്റൊരു കുന്നിൽ വെച്ച് അനുഗ്രഹവും. ആ വാക്യം ഒന്നുകൂടെ വായിക്കാൻ എല്ലാവരും. നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിന്റെ ദൈവമായ യഹോവ നിന്നെ കടത്തിയ ശേഷം ഗെരിസീം മലമേൽ വെച്ച് അനുഗ്രഹവും. അപ്പൊ ഗെരിസീം മലയിൽ വെച്ച് അവരെ അനുഗ്രഹിക്കണം. ഗെരിസീം മലയിൽ വെച്ച് അവരെ അനുഗ്രഹിക്കണം. അപ്പോൾ തന്നെ ഏബാൽ മലയിൽ വെച്ച് ശപിക്കണം. അനുഗ്രഹിക്കാൻ ഒരു പ്ലേസ്, ശപിക്കാൻ ഒരു പ്ലേസ് ഇസ്രായേലിനോട് ബന്ധപ്പെട്ട് ദൈവം മാറ്റിവെച്ചിരുന്നു. പുതിയ നിയമസഭയോട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരു കാര്യം എഴുതിയിട്ടില്ല എന്നത് അറിഞ്ഞിരിക്കുക. എല്ലാവരും ശ്രദ്ധിക്കണം. ഇപ്പോൾ വായിച്ച വാക്യം ഏതാണെന്ന് കൃത്യമായി എല്ലാവർക്കും അറിയാമല്ലോ. ആവർത്തനം, എല്ലാവരും ശ്രദ്ധിച്ചെഴുതുക, 11:29. ബ്ലസ്സിംഗ്. അപ്പോൾ ഓരോ മലകളാണ് അതിനുവേണ്ടി വേർതിരിച്ചിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ആശയങ്ങൾ, അർത്ഥങ്ങൾ വലിയ തോതിൽ പഠിക്കാനുണ്ട് എന്നാണ് ബൈബിൾ നമ്മളെ മനസ്സിലാക്കിയിരിക്കുന്നത്. സംയോജിതമായി നിങ്ങളത് കണ്ടെത്തുക. അടുത്തത് ആവർത്തനം 28:44-45. നമ്മൾ ഇന്ന് പഠിക്കുന്ന പോയിന്റിൽ അടുത്ത ഒരു പോയിന്റ് കൂടെ നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുക. Recording stopped. യഹോവ നിന്റെ നേരെ അയക്കുന്ന ശത്രുക്കളെ Recording in progress. ദാഹത്തോടും നഗ്നതയോടും എല്ലാ ഞെരുക്കത്തോടും സേവിക്കും. നിന്നെ നശിപ്പിക്കും വരെ അവൻ നിന്റെ കഴുത്തിൽ ഒരു ഇരുമ്പ് നുകം വെക്കും. 28:44 മുതലുള്ള വാക്യങ്ങളാണ് വായിക്കേണ്ടത്. അവർ നിനക്ക് വായ്പ തരും, അവന് വായ്പ കൊടുപ്പാൻ നിനക്ക് ഉണ്ടാകയില്ല. അവൻ തലയും നീ വാലുമായിരിക്കും. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് അവൻ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടക്കായക കൊണ്ട് ഈ ശാപമൊക്കെയും നിന്റെ മേൽ വരികയും 28-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ശാപം ഒക്കെയും നിന്റെ മേൽ വരും. പോരാ, അടുത്ത വാക്കാണ് ശ്രദ്ധിക്കേണ്ടത്. 46-ാം വാക്യം.
അവ ഒരു അടയാളവും അത്ഭുതവുമായി നിന്നോട് അവ ശാപം ഒരു അടയാളമായിരിക്കും, ഒരു അത്ഭുതമായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇസ്രായേൽ എന്ന സമൂഹം വേദപുസ്തകം കൃത്യമായി പുറത്തു കൊണ്ടുവന്ന രേഖകളുണ്ട്. അവരെക്കുറിച്ചുള്ള അറിവുകൾ വളരെ വലുതാണ്. ആ വലിയ അറിവിൽ ഞാനൊരു കാര്യം പറയട്ടെ. ദൈവം തിരഞ്ഞെടുത്ത ജാതിയാണ് അവർ. അവരുടെ മേൽ ശാപം വെച്ചാൽ ആ ശാപം ലോകത്തിന് അടയാളമായിരിക്കും. അത് പഠിക്കുന്നവർ കൃത്യമായി മനസ്സിലാക്കുക. ഇതിനകത്ത് കൺവെൻഷൻ പ്രസംഗിക്കുന്നവരുണ്ട്, പാസ്റ്റേഴ്സ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, കാത്തിരിപ്പ് യോഗത്തിൽ പ്രസംഗിക്കുന്നവരുണ്ട്. അങ്ങനെ ഒട്ടനവധി ലീഡേഴ്സാണ് ഇതിനകത്ത് ഉള്ളത്. അവരെല്ലാവരും ഉള്ളതുകൊണ്ട് അവർക്ക് വളരെ ഉപകാരമായതുകൊണ്ട് നിർത്തി പറയട്ടെ. ഇസ്രായേൽ 5 വിധ അടയാളമാണ് എന്ന് ബൈബിൾ പറയുന്നു. ഇസ്രായേൽ 5 വിധ അടയാളമാണ്. അതിൽ ഒരു അടയാളമാണ്, ലോകത്തിനെ അടയാളമായി നിർത്തിയ വിഷയമാണ് ശാപം എന്നത്. അവ അത്ഭുതവും ശാപവും. ഈ ഒരു വലിയ അറിവുണ്ടാകണം. ഒരു സമൂഹത്തെ ശാപമായി, അടയാളമായി ദൈവം നിർത്തിയിരിക്കുന്നു. ഇവിടെ ഒരു ചോദ്യം നമുക്ക് ചോദിക്കാം. അവരുടെ ശാപത്തിന്റെ കെട്ട് എപ്പോഴാണ് ബ്രേക്ക് ചെയ്യുക? ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം കൂടെ നിങ്ങൾ കണ്ടെത്തി പോകണമെന്ന് ഓർപ്പിക്കുന്നു. ഒന്നുകൂടെ ഞാൻ പറയാം. ഇസ്രായേൽ എന്ന സമൂഹം അടയാളമായി തീർന്നത്, അത്ഭുതമായി തീർന്നത് ശാപം എന്ന വിഷയത്തിലാണ്. ഒരെണ്ണം, 5 വിധ അടയാളമാണ്, അതിലൊരെണ്ണം ശാപമായി തീർന്നു. ആ ശാപം എന്ന അടയാളം എന്നാണ് പൊട്ടിക്കുക? ശാപം എന്ന അടയാളം എന്നാണ് പൊട്ടിക്കുക? ആയിരക്കണക്കിന് വർഷങ്ങൾ അവരുടെ മേൽ ശാപം നിൽക്കുന്നു എന്നറിവ് എല്ലാവർക്കും ഉണ്ടാകണം. ഈ ഒരു വലിയ അറിവ് നമ്മുടെ മധ്യത്തിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ഈ പഠനം പുരോഗമിക്കുമ്പോൾ ദൈവജനങ്ങൾക്ക് ഒത്തിരി സംശയങ്ങൾ മാറുന്ന സമയമാണ്. അപ്പോൾ ദൈവം അനുഗ്രഹിക്കപ്പെട്ട വ്യക്തികൾ എന്തുകൊണ്ടാണ് ശപിക്കപ്പെടുന്നത്? ഇവിടുത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും ഒന്ന് എടുക്കാം. ദയവായി എല്ലാവരും ആ വാക്യങ്ങൾ എടുത്താട്ടെ പ്ലീസ്. 44, 45, 46 വാക്യങ്ങൾ നമ്മുടെ ടോണി പാസ്റ്റർ നിർത്തി വായിക്കും. ദയവായി ഒന്നിച്ചു വായിച്ചാട്ടെ എല്ലാവരും. ബൈബിൾ തുറന്ന് ഭംഗിയായിട്ട് വായിച്ചാട്ടെ. അവർ നിനക്ക് വായ്പ തരും, അവന് വായ്പ കൊടുപ്പാൻ നിനക്കുണ്ടാകയില്ല. അവൻ തലയും നീ വാലുമായിരിക്കും. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് അവൻ കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടക്കായക കൊണ്ട്. ഒരു മിനിറ്റ്, ആ വാക്യം ഒന്ന് നിർത്തി വായിക്കണം. എന്തുകൊണ്ടാണ് ശാപം വരുന്നതിന്റെ തെളിവോടെ എഴുതിയിട്ടുണ്ട്. ഒരു സമൂഹത്തിന്റെ മേൽ ശാപം വരുന്നതിന്റെ റീസൺ എന്താണ്? ഒന്ന് പറയാമോ? ഒന്നുകൂടെ വായിക്കാമോ? നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട്. ഒന്ന്, ദൈവത്തിന്റെ വാക്ക് അനുസരിക്കാതിരിക്കുന്നതിനാൽ. വോയിസ് ഓഫ് ഗോഡ്, വോയിസ് ഓഫ് ഗോഡ്, അവിടെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അടുത്തത്, അവൻ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളും. രണ്ടാമത്തേത് കൽപ്പനകൾ ആണ്. രണ്ടാമത്തേത് കൽപ്പനകളാണ്, അതനുസരിക്കാതിരിക്കുക. മൂന്നാമത്തേത് ചട്ടങ്ങളാണ്. ഈ കാര്യം പഠിക്കുമ്പോൾ ഷാലോം ബിബ്ലിക്കൽ സെമിനാരിയിലുള്ള ഒരു വിദ്യാർത്ഥിയുണ്ട്, ബിനു അന്ന എന്ന സിസ്റ്ററാണ്. ആ സിസ്റ്റർ ഇതിനകത്തുണ്ടെങ്കിൽ ആ സിസ്റ്റർ ഇപ്പൊ പറയും. ന്യായപ്രമാണ കാലത്ത് പഴയ നിയമത്തിന് എത്ര അടുക്കുണ്ട്, എത്ര ഭാഗങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ ആ ദൈവദാസി കാണാപ്പാടം പറയും. ഇതിനകത്ത് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ നോക്കിയില്ല. ബിനു അന്ന എന്നാണ് ആ സിസ്റ്ററുടെ പേര്. ഇതിനകത്ത് വന്നിട്ടുണ്ടോ? ഇല്ല, അവർ ജോലിക്ക് പോയി കാണും. ആ സിസ്റ്റർ ആണെങ്കിൽ ഇപ്പൊ കാണാപ്പാടം പറയും. ആ 7 ഭാഗങ്ങൾ ഏതാണ്? ഞാൻ ഒരു വാക്ക് എല്ലാവരോടും പറയട്ടെ.
തെറ്റായ ധാരണ ഇല്ലാതിരിക്കാനാണ്. പഴയ നിയമത്തിൽ ന്യായപ്രമാണ കാലത്ത് കൊടുത്ത നിയമങ്ങൾ 7 പാർട്ടാണ്. അതിൽ 2 പാർട്ടാണ് കർത്താവോട് പറഞ്ഞിട്ടുള്ളൂ. കൃത്യമായിട്ട് എല്ലാവരും അറിയണം കേട്ടോ. ശാപം വരാനുള്ള കാരണം 7 പാർട്ടാണ്. അതിൽ 2 പാർട്ട് ലംഘിച്ചാൽ നിങ്ങൾ ശാപ എന്ന അടയാളമായി തീരുകയാണ്. വളരെ ഗൗരവമായി പഠിക്കേണ്ട ഭാഗമാണ്. 2 പാർട്ട് നിങ്ങൾ ലംഘിച്ചാൽ ശാപം എന്ന അടയാളമായി തീരുകയാണ് 1000കണക്ക് വർഷങ്ങൾ. ഈ ഒരു അറിവ് നമുക്കുണ്ടാകണമെന്ന് ഞാൻ വിനീതമായിട്ട് ഓർപ്പിക്കുന്നു. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നതിനുള്ള വെമ്പൽ, തൃഷ്ണ നമ്മുടെ അകത്ത് വളരണം എന്ന് ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്? ആമേൻ. ആ ചിന്ത, ആ തൃഷ്ണ, ആഗ്രഹം നമ്മുടെ അകത്ത് ഈ ക്ലാസ്സിൽ വളർന്നു വരണം. ദൈവത്തിൻ്റെ വാക്ക് അനുസരിക്കുക, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ ഒരു സഹോദരിയുടെ പേര് പറയാൻ കാരണം, ഞങ്ങളുടെ ക്ലാസ്സിൽ ശാലോം ബിബ്ലിക്കൽ സെമിനാരിയിൽ ഒരിക്കൽ ചോദിച്ച വശം ഏത് മുതൽ ഏത് വരെയാന്ന് ഒരു വാക്ക് പോലും നോക്കാതെ പറഞ്ഞ സഹോദരിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആ സഹോദരി ഉണ്ടെങ്കിൽ ഇപ്പൊ കേൾപ്പിച്ചത് തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കൃത്യമായിട്ട് അവർ പറയും അതെവിടെ മുതൽ എവിടെ വരെയാണ്. അതുകൊണ്ട് നിങ്ങൾ ശാലോം ബിബ്ലിക്കൽ സെമിനാരിയുടെ സ്റ്റാൻഡേർഡ് സ്റ്റഡിയുടെ ഒരു ഭാഗം ഞാൻ ഓർപ്പിച്ചെന്നേ ഉള്ളൂ. ഇന്നും ആ ക്ലാസ് ആണല്ലോ നടക്കുന്നത്. അതിൻ്റെ ഒരു സ്പെഷ്യൽ ക്ലാസ് ആണല്ലോ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ഗ്രീക്കിൻ്റെ HOD ഒക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മാത്യു സാറ് HOD ഒക്കെ ഇതിനകത്ത് ഗ്രീക്ക് വായിക്കുന്ന സാറ് ഇതിനകത്തുണ്ട്. DBSൽ ഗ്രീക്ക് വായിക്കുന്ന ആ സാറാണ്. അദ്ദേഹവും ഇതിനകത്തുണ്ട്. അതുകൊണ്ട് മൂലഭാഷ പറയുമ്പോൾ ഞാൻ പേടിച്ച പറയുന്നത്, ഹീബ്രു അറിയുന്നവരുണ്ട്, ഗ്രീക്ക് അറിയുന്നവരുണ്ട് DBSൽ. എങ്കിലും സാധുവായി ഞാനത് പഠിപ്പിക്കാറുണ്ട്. ദൈവം തന്ന കൃപയ്ക്ക് ഒത്തവണ്ണം. ഇന്ന് ഞാനൊരു വാക്ക് നിങ്ങളെ ഓർപ്പിക്കാൻ പോകുകയാണ്. ഞാൻ ഒന്നുകൂടെ എടുത്തു പറയുകയാണ്. കൽപ്പനകൾ ലംഘിച്ചാൽ, ചട്ടങ്ങൾ ലംഘിച്ചാൽ, വാക്ക് ലംഘിച്ചാൽ, 3 വാക്ക്, കൽപ്പനകൾ, ചട്ടങ്ങൾ, ഇത് 3 ലംഘിച്ചാൽ 1000കണക്കിന് വർഷം അവർ ശാപത്തിന്റെ അടയാളമായി തീരുകയാണ്, ഒരു സമൂഹം മുഴുവൻ. എങ്കിൽ ഇന്ന് രാത്രി ദൈവം നമ്മോട് ഇടപെടുന്ന ഏറ്റവും വലിയ ഭാഗമാണത്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് 3 ലംഘനത്താൽ വീട്ടിൽ കയറി കസേരയിലിരിക്കുന്ന ശാപം ഇറങ്ങിപ്പോകാൻ ബൈബിൾ പറയുന്ന സിസ്റ്റത്തിലേക്ക് വരാൻ ഞാൻ തയ്യാറാണ്, എൻ്റെ കുടുംബത്തിൽ ആ വിടുതൽ വേണം എന്ന് ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്? ശുരബാസിയാർഗഷ്. ആഗ്രഹമുള്ളവരെല്ലാം ഒന്നിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതിൻ്റെ സ്റ്റെപ്പുകൾ ഞാൻ പിന്നാലെ പറയുന്നതാണ്. കൃത്യമായും ബൈബിൾ പറയുന്ന സ്റ്റെപ്പുകളിലേക്ക് നമുക്ക് കടക്കാം. ഉറക്കെ ചിന്തിക്കുക. BC 721 മുതൽ 2635 കൊല്ലത്തിന് ശേഷം രംഗത്ത് വന്ന ഒരാളാണ് ഇസ്രായേൽ. നിങ്ങൾ മനസ്സിലാക്കണം, 127 സംസ്ഥാനങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞു നടന്ന വ്യക്തിയാണ്. ആമേൻ. അഥവാ സമൂഹമാണ്. ഞാൻ ആ സമൂഹത്തെ വ്യക്തി എന്ന് ഉപമിച്ചെന്നേ ഉള്ളൂ. ആ സമൂഹം അത്രയ്ക്ക് ശപിക്കപ്പെട്ടു. 2600 കൊല്ലം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ഏതെങ്കിലും കുടുംബങ്ങൾ ശാപത്തിനിരയായി കിടക്കുന്നുണ്ടെങ്കിൽ ഈ 3 വിഷയങ്ങൾ ലംഘിച്ചപ്പോൾ വന്നതാണ് ഇവിടെ ശാപം എന്നത് ഗ്രഹിക്കുക. എന്നാൽ ഇന്ന് ബൈബിൾ പറയുന്ന റെമഡിയിലേക്ക് വരണം എന്നാഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്? നമ്മുടെ ബിനു സിസ്റ്റർ ഞാനിപ്പോൾ കണ്ടു. ബിനു സിസ്റ്റർ അതിൻ്റെ തുടക്കവും ഒടുക്കും ഇപ്പോൾ പറയും. 2 വാക്കുകൾ, 7 ഭാഗങ്ങളുടെ തുടക്കവും ഒടുക്കവും ബിനു സിസ്റ്റർ പറഞ്ഞാട്ട്. സോറി, ഒന്ന് പറഞ്ഞേ. അൺമ്യൂട്ട് ചെയ്ത് പറയണം. തോറ ടു നെബുവ. ഞാൻ പറഞ്ഞത് ശരിയാണോ എന്ന് അറിയണ്ടേ? സിസ്റ്റർ ഇവിടെ വന്നിട്ടുണ്ട്. തോറ ടു നെബുവ 7 പാർട്ടാണ് പഴയ നിയമത്തിന്റെ ഭാഗങ്ങൾ എന്നറിയുന്നത്. 7 പാർട്ട് ഞങ്ങൾ കൃത്യമായി സ്ലൈഡിൽ എഴുതി അത് പഠിച്ചു. അതിന്റെ എബ്രായ ഭാഷയടക്കം പഠിച്ചു. ഇവിടെ ഞാൻ നിങ്ങളോട് തുറന്നു പറയുന്നു, അതിൽ 3 ലംഘിച്ചപ്പോഴാണ് ദൈവം ഇവരെ ഏകദേശം 2600 കൊല്ലം ലോകത്തിനൊരു അടയാളമാക്കി കാണിച്ചത്. ഇവിടെ ഒരു ചോദ്യമുണ്ട്.
നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ വ്യക്തിത്വങ്ങൾ, നമ്മുടെ ജീവിത വിഷയങ്ങൾ നോക്കി അടയാളമായിട്ടുണ്ടോ എങ്കിൽ ഇന്ന് രാത്രി അതിൻ്റെ പരിഹാരം ക്രിസ്തുവിലാണ്. റെമഡി ഫ്രം ജീസസ് ക്രൈസ്റ്റ്. അതറിയുന്നവർ എത്ര പേരുണ്ട്? അതിലേക്ക് വരണമെന്ന ആഗ്രഹമുള്ളവരെ ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പുതിയ നിയമം പറയുന്ന ന്യായപ്രകാര ഇതിലേക്ക് നമ്മളിപ്പോൾ കടക്കും. ഇത് പഴയ നിയമത്തിൽ നിന്നാണല്ലോ ഇതുവരെ പഠിക്കുന്നത്. ഇനി നമുക്ക് അടുത്തൊരു ഭാഗം പഠിക്കാം. സെക്കര്യാവിൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ നിന്ന്. എല്ലാവരും ഒന്നെടുത്തേന് സെക്കര്യാവിൻ്റെ പുസ്തകം 5-ാമത്തെ അധ്യായം നമുക്കൊന്ന് വായിക്കാം. വളരെ ശക്തമായി പഠിക്കേണ്ട ഒരു ഭാഗമാണ്. സ്പാൻ എന്ന വാക്ക്, അടയാളത്തിന്റെ വ്യാപ്തി നമുക്കൊന്ന് കാണാം. വായിക്കാം നമുക്ക് അതിന്റെ 2 മുതലുള്ള വാക്യങ്ങൾ. അവൻ എന്നോട്, നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചതിന്, പാറിപ്പോകുന്ന ഒരു ചുരുൾ ഞാൻ കാണുന്നു. അതിന് 20 മുഴം നീളവും 10 മുഴം വീതിയുമുണ്ട് എന്ന് ഞാൻ ഉത്തരം പറഞ്ഞു. അടുത്തത് പറഞ്ഞത്, ഇത് സർവ്വദേശത്തിലേക്കും പുറപ്പെടുന്ന ശാപമാകുന്നു. അതെ, 1 മിനിറ്റ് അത്രയും ഭാഗം ഒന്ന് വായിച്ച ആ ഒരു ലൈൻ ഒന്ന് വായിക്കണം. ആ ഒറ്റ ലൈൻ, അവൻ മുതൽ ശാപമാകുന്നു വരെ. അവൻ എന്നോട് പറഞ്ഞത്, ഇത് സർവ്വദേശത്തിലേക്കും പുറപ്പെടുന്ന ശാപമാകുന്നു. This is the curse that goeth forth over the face of the whole land. നിങ്ങളുടെ മുമ്പിൽ ഒരു ചെറിയ ചിന്ത ഞാൻ ഇടുകയാണ്. സർവദേശത്തിലേക്കും പുറപ്പെടുന്ന ശാപം. അങ്ങനെ ഒരെണ്ണം ഉണ്ടോ? ഉണ്ട്. ഹോൾ ലാൻഡിലേക്ക്, സർവദേശത്തിലേക്ക് പുറപ്പെടുന്ന ശാപമുണ്ട്. നേരത്തെ നമ്മൾ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ വായിച്ചത് ഓർക്കുന്നുണ്ടോ? അധമ ശപിക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. അധമ ശപിക്കപ്പെട്ടിരിക്കുകയാണ്. എല്ലാവരും അത് മനസ്സിലാക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കൃത്യമായിട്ട് നമ്മളത് കണ്ടു എന്ന് മനസ്സിലാക്കുക. അതിൻ്റെ ആഴത്തിലേക്ക് നിങ്ങൾ തന്നെ പോകണം എന്ന് ഞാൻ വിനീതമായിട്ട് ഓർപ്പിക്കുകയാണ്. പഠിപ്പിക്കുന്നവരോടാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ ഹോൾ ലാൻഡ് എന്ന വാക്ക് തെറ്റാണ്. സർവഭൂമിയിലേക്കുമെന്നാണ് അതിൻ്റെ ശരി തർജ്ജമ. എബ്രായ ഭാഷ അധമയല്ല, അവിടെ ഭൂമി എന്ന വാക്കാണ്. അങ്ങനെയെങ്കിൽ സെക്കര്യാവ് 5-ാം അധ്യായത്തിൽ പറയുന്ന കാര്യം ലാൻഡ് അല്ല, സർവഭൂമിയിലേക്കും പരക്കുന്ന ശാപമാണ്. അത് ഭാവി കാലത്ത് നടക്കേണ്ട കാര്യമാണ് എന്ന കാര്യം നോട്ട് ചെയ്യുക. അത് കൃത്യമായിട്ട് നമുക്ക് പഠിക്കാൻ കഴിയും, സമയം ദൈവം അനുവദിച്ചാൽ. അപ്പൊ സർവഭൂമിയിലേക്കും പാറി നടക്കുന്ന ശാപമുണ്ടോ? ഉണ്ട്. ബൈബിൾ ഒരു കാര്യം പറഞ്ഞാൽ അത് കൃത്യമാണ്. ഇനി അതിന്റെ 4-ാം വാക്യം കൂടെ വായിക്കാം. ഞാൻ അതിനെ പുറപ്പെടുവിച്ചിട്ട് അത് കള്ളന്റെ വീട്ടിലേക്കും എന്റെ നാമത്തിൽ കള്ളസത്യം ചെയ്യുന്നവന്റെ വീട്ടിലേക്കും ചെല്ലും. അപ്പൊ ഈ സർവഭൂമിയിലേക്കും പരക്കുന്ന ഈ ശാപം കയറി ചെല്ലുന്നത് ഏത് ഡോറ് തുറന്നു വെക്കുമ്പോഴാണ്? കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, കള്ളന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. അപ്പൊ കള്ളത്തരം പറയുന്ന, കള്ളത്തരം കാണിക്കുന്ന, കള്ളം ചെയ്യുന്ന പ്രിയപ്പെട്ടവരുടെ വീട്ടിലേക്കൊക്കെ ഇത് കയറി ചെല്ലുമെന്ന്. ആമേൻ. ഇത് കേട്ടപ്പോൾ ഇന്ന് രാത്രി ഉറങ്ങാൻ വിഷമം ഉണ്ടാകുമോ ചിലർക്ക്? ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ കള്ളത്തരം പറയുന്നവന്റെ വീട്ടിലേക്ക് ഈ സംഗതി കയറി ചെല്ലുമെന്ന്, ആരോട് ചോദിക്കാതെ കയറി ചെന്ന് അവിടെ ഇരിക്കുമെന്ന്. കള്ളത്തരം കാണിക്കുന്ന, കള്ളത്തരം പറയുന്ന, കള്ളം ചെയ്യുന്ന പാർട്ടികളുടെ വീട്ടിലേക്ക് കയറി ചെല്ലും. പോരാ, ആ വാക്കൊന്ന് വായിച്ച പാസ്റ്റേ, ശരിക്കൊന്ന് വായിക്കുന്ന നല്ലതാണ്. കള്ളസത്യം ചെയ്യുന്നവന്റെ വീട്ടിലേക്കും ചെല്ലും. കള്ളസത്യം ചെയ്യുന്നവന്റെ വീട്ടിലേക്കും ഇത് കയറി ചെല്ലും. അപ്പൊ അങ്ങനെയൊക്കെ ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആമേൻ. ഇതും കൂടെ നിങ്ങളുടെ മനസ്സിലിരിക്കണം കേട്ടോ. ഇതിനെക്കുറിച്ച് വിശദമായി നിങ്ങൾ പഠിക്കണം. ഇവിടെ പഠിക്കാൻ നമുക്കുള്ള സമയം ഇത്രയും കിട്ടിയല്ലോ. ഇത്രയൊക്കെയെങ്കിലും
ഷാലോം ബിബ്ലിക്കൽ സെമിനാരിന്റെ അധികാരികൾ ഒരുക്കി തന്നതിന്റെ സന്തോഷമാണ് എനിക്ക് ഉള്ളത്. ഒരു ദിവസമൊക്കെ 1.5 മണിക്കൂർ കൊണ്ട് ശാപം പഠിപ്പിക്കാൻ പറയും, ഒന്നും തീരുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഞാനിത് ഒന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ഇന്നും ഞാനിതിന്റെ മൂല അനക്കാൻ പോവാണ്. ഹല്ലേലൂയ. എങ്കിൽ ഇതിന്റെ വ്യാപ്തി എവിടം വരെ എന്ന കാര്യം ഒന്ന് പറയാൻ ഒന്നുകൂടെ ഞാനിത് ശ്രമിക്കുകയാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് വരണം. ഒരു ഭാഗം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചാട്ട്. മത്തായി 25-ന്റെ 41 മുതലുള്ള വാക്യങ്ങൾ വായിക്കണം. മത്തായി 25-ന്റെ 41 മുതൽ. പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവീൻ. ശപിക്കപ്പെട്ടവരെ, അവിടെ ആരാ ശപിക്കപ്പെട്ടത് എന്നറിയണമെങ്കിൽ 31 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ വായിക്കേണ്ടിയിരിക്കുന്നു. നമുക്കിപ്പോൾ വായിപ്പാൻ ടൈം എടുക്കുന്നില്ല, കാരണം ഒരു ഭാഗം നമുക്ക് തെളിയേണ്ടതുകൊണ്ട്. അവിടെ എഴുതി വയ്ക്കാം, യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗം വായിച്ചുകൊണ്ട് ഒരു പോയിന്റ് എഴുതാം. എടുത്താട്ട് ഈ അധ്യായം 31 വാക്യം മുതൽ വായിക്കണം. മത്തായി സുവിശേഷം 25 അധ്യായം 31 വാക്യം മുതൽ നമുക്കൊന്ന് വായിക്കാം. മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. യേശു ക്രിസ്തു ഭൂമിയിലേക്ക് സകല വിശുദ്ധന്മാരുമായി വരുമ്പോൾ തേജസ്സിന്റെ സിംഹാസനം, ഇനി ലോകം കാണാൻ പോകുന്ന ഭാവികാല സിംഹാസനങ്ങളുണ്ട്, ദൈവജനം കാണുന്ന സിംഹാസനങ്ങളുണ്ട്. നിങ്ങൾക്കറിയാലോ, സ്വർഗത്തിൽ തന്നെ വലിയ സിംഹാസനങ്ങളുണ്ട്. ഒരു സിംഹാസനമല്ല, ഒട്ടനവധി സിംഹാസനങ്ങളുണ്ട്. ഇവിടെ ഭൂമിയിൽ വയ്ക്കുന്ന സിംഹാസനങ്ങളിൽ ഒന്നാണിത്, തേജസ്സിന്റെ സിംഹാസനം. 32 വാക്യം ഒന്ന് വായിച്ചാട്ട്. സകല ജാതികളെയും അവന്റെ മുമ്പിൽ കൂട്ടും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തന്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും. മതി, ആ ഭാഗം നിങ്ങൾ വായിക്കുക. പോയിന്റ് ഞാനിപ്പോ പറയാം. ഇടത്തുള്ളവരോടാണ് ശപിക്കപ്പെട്ടവർ എന്ന് വിളിക്കുന്നത്. ഇടത്തുള്ളവരോടാണ് ശപിക്കപ്പെട്ടവർ എന്ന് വിളിക്കുന്നത്. ഈ ഒരു അറിവ് നമുക്കുണ്ടായിരിക്കണം. എന്നാൽ വലത്തുള്ളവരെ ശപിക്കപ്പെട്ടവർ നല്ല വിളിക്കുന്നത്. 34 വാക്യം വായിക്കാം. വലത്തുള്ളവരെ വിളിക്കുന്നത് നമുക്ക് നോക്കാം. രാജാവ് തന്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ. അപ്പൊ 2 ഗ്രൂപ്പായിട്ട് തിരിക്കുകയാണ് ഇതിനെ. ഒന്ന്, പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ തങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ച ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. എന്നാൽ രണ്ടാമത്തെ പാർട്ടി ഇടത്തുള്ളവരാണ്. അവർ പിശാചിനും ദൂതന്മാർക്കും ഒരുക്കി വെച്ച നിത്യാഗ്നിയിലേക്കാണ് പോകുന്നത്. ഇപ്പൊ ശാപം കൊണ്ടെത്തിക്കുന്ന സ്ഥലം നിത്യാഗ്നിയാണ് എന്ന അറിവിലേക്ക് നമ്മൾ ഇവിടെ വന്നു ചേരണം. വളരെ ശ്രദ്ധാപൂർവ്വം എഴുതേണ്ടതാണ്. ശാപം കൊണ്ടെത്തിക്കുന്ന സ്ഥലം നിത്യാഗ്നിയിലേക്കാണ് എന്നതിനാൽ ഇന്ന് രാത്രി ശാപത്തിന് വകയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ പൊളിച്ചു മാറ്റണം. അത് ഡെലിറ്റ് ചെയ്യല്ല, ഫോർമാറ്റ് ചെയ്യണം എന്നാഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്? അത് ഫോർമാറ്റ് ചെയ്യണം, രൂഢമൂലമായി അതിനെ പറിച്ചു മാറ്റണം എന്നാഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? ഞാൻ ഒന്നുകൂടെ എടുത്തു പറയുകയാണ്, രൂഢമൂലമായി അതിനെ പറിച്ചു മാറ്റാൻ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ശാപത്തിന്റെ വകുപ്പുകൾ എന്താണ് നമ്മൾ വായിക്കും. ഇപ്പോൾ അതിലെന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് വേണ്ട എന്ന് വയ്ക്കാൻ, ഇന്ന് രാത്രി പൂർണ്ണമായി മാറ്റാൻ താല്പര്യമുള്ളവരായി തീരണം നമ്മൾ. ആദ്യം പഴയ നിയമത്തിലെ വകുപ്പുകൾ വായിക്കും, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പുതിയ നിയമത്തിലേക്ക് പോകുന്നത്. പഴയ നിയമത്തിലെ ശാപത്തിലേക്ക് നീങ്ങുന്ന വകുപ്പുകൾ വായിക്കുമ്പോൾ അത് വേണ്ട എന്ന് വെക്കാൻ ഹൃദയമുണ്ടെങ്കിൽ
അവർക്കാണ് ദൈവം വിടുതൽ നൽകുന്നതെന്ന് അറിയുന്നവർ എത്ര പേരുണ്ട്? എന്നേക്കുമായി ശാപത്തിനുള്ള വക മാറ്റാൻ തയ്യാറാണ്. അത് ഡെലിറ്റ് ചെയ്യുക അല്ല വേണ്ടത്, ഇന്ന് രാത്രി വേരോടെ പിഴുതു മാറ്റാൻ തയ്യാറാകണം. ഒരാമേൻ പറയാൻ സന്തോഷമുള്ളവർ എത്ര പേരുണ്ട്? നമുക്കൊന്ന് പറയാൻ പറ്റുമോ? കർത്താവേ, ഞങ്ങളത് വേരോടെ പിഴുതു മാറ്റാനുള്ള ഹൃദയം നൽകണം എന്നുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ട്. ആമേൻ. കൊണ്ടു നടക്കാൻ തയ്യാറില്ല. നേരത്തെ പറഞ്ഞല്ലോ, കള്ളം പറയുന്നവരും കള്ളം ചെയ്യുന്നവരും കള്ളസത്യം ചെയ്യുന്നവരും വലിയ ശാപത്തിലേക്ക് പോകുമെന്ന് അവർ വീട്ടിൽ കയറി വന്നിരിക്കും. ശാപം എന്ന അത് കൊണ്ടെത്തിക്കുന്നത് നിത്യ നരകത്തിലാണെങ്കിൽ ഗൗരവമായൊരു വലിയ ആലോചന ഈ രാത്രി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ രാത്രിയിൽ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ക്രൂശ് മുഖാന്തരമാണ് ശാപത്തിൽ നിന്നുള്ള വലിയ വിടുതൽ. രക്ഷിക്കപ്പെടാത്തവരാരും അതെ രക്ഷിക്കപ്പെടാത്തവനിൽ ആരംഭിക്കുന്നത് എന്ന കാര്യം ഉറക്കെ പറയട്ടെ. ഒരു രക്ഷിക്കപ്പെടാത്ത ജീവിതത്തിൽ ശാപമുണ്ടെങ്കിൽ അത് മുറിക്കുന്നത് വാസ്തവത്തിൽ ക്രൂശിലാണ് എന്ന് ആദ്യം അറിഞ്ഞിരിക്കണം. ഞാൻ വിശാലമായി പിന്നെ പഠിപ്പിക്കും ആ കാര്യം അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ. ഇന്ന് രാത്രി ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ശാപം വീട്ടിൽ വിളിച്ചു വരുത്തുന്ന എന്തെങ്കിലും പ്രോഗ്രാം വേദപുസ്തകം എഴുതി വെച്ചത് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഇന്ന് രാത്രി തന്നെ പറയാം, അത് വേരോടെ പിഴുതു മാറ്റാൻ ദൈവവചനപ്രകാരം ഞാൻ തയ്യാറാണ് കർത്താവേ എന്ന് ഹൃദയം കൊണ്ട് പറയാൻ എത്ര പേർ തയ്യാറുണ്ട്? നമ്മുടെ കൈകൾ ഉയർത്തുകയോ കൂപ്പുകയോ മലർത്തുകയോ അത് നിങ്ങളുടെ ഹൃദയപ്രകാരം. ഒരു വാക്ക് നമ്മുടെ കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ദയവായി എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്. ആ സമയത്ത് കർത്തൃദാസൻ ജയദാസ് ഒരു വാക്ക് ഇപ്പോൾ നമ്മളോട് ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കും. ദയവായി എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്. അൺമ്യൂട്ട് ചെയ്ത് കർത്തൃദാസൻ ജയദാസ് പ്രാർത്ഥിച്ചാട്ട്. ശബ്ദം കേൾക്കുന്നില്ല. പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നത. ഈ ദിവസങ്ങളിൽ കർത്താവേ, ഇന്നലെയും ഇന്നും നാളെയും ക്രമീകരിച്ചിരിക്കുന്നതായിട്ടുള്ള ഈ മീറ്റിംഗിലൂടെ കർത്താവേ, ഞങ്ങൾ ശാപഗ്രസ്തരായി തീരാതിരിപ്പാൻ, ശാപങ്ങളിൽ നിന്ന് വിമോചനം പ്രാപിപ്പാൻ തക്കവണ്ണം കർത്താവേ, അതിന് ദൈവം ഞങ്ങളെ പ്രാപ്തരാക്കി തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശാപത്തിന് അധീനരായി തീരുന്ന ഒരു പ്രവണതയും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയാകരുത്. ഇതുവരെയും ഞങ്ങളുടെ ലോക ജീവിതയാത്രയിൽ എന്തെങ്കിലും ശാപസമ്മതമായിട്ടുള്ള വിഷയങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ ക്രൂശിലെ രക്തത്താൽ ഞങ്ങളെ വിശുദ്ധീകരിച്ച് ആ കർത്താവേ സ്തോത്രം ഞങ്ങളുടെ കൃപയിൽ ഞങ്ങളെ സൂക്ഷിച്ച് സകല ശാപങ്ങളെയും മാറ്റി കർത്താവേ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കാൻ യോഗ്യതയുള്ളവരാക്കി മാറ്റുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ശക്തമായി ഇടപെടുമാറാകണം. ഞങ്ങളുടെ ദാസനിലൂടെ ദൈവത്തിന്റെ കർത്താവെ അത്ഭുത ശക്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ഒരിക്കൽ കൂടെ താഴ്ത്തുന്ന ക്രൂശിന്റെ ചുവട്ടിൽ സമർപ്പിക്കുന്നു. കാൽവരിയിൽ ഞങ്ങൾക്കായി ജീവൻ വെടിഞ്ഞ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. നമുക്ക് ബൈബിളിലേക്ക് ഒന്നുകൂടെ പ്രവേശിക്കാം. ഇനി ശാപം എത്ര വിധം ഉണ്ട് എന്ന് ഇതുവരെ നമ്മൾ പഠിച്ചില്ല. എത്ര വിധ ശാപങ്ങളുണ്ട് ഇതുവരെ നമ്മൾ പഠിച്ചത്. ശാപത്തിന്റെ വ്യാപ്തിയാണ്, അതും ഇനിയും പഠിക്കാൻ കിടക്കുകയാണ് എന്ന കാര്യം അറിഞ്ഞിരിക്കുക. ശാപത്തിന്റെ വ്യാപ്തി ഇനിയും ഉണ്ട്. സ്പാൻ ഓഫ് കേഴ്സ് എന്ന സബ്ജക്റ്റ് വളരെ വിശാലമായി പഠിക്കാനുണ്ട് എന്നത് ഓർപ്പിക്കുന്നു. ബൈബിൾ ഒന്ന് തുറക്കാൻ നമ്മുടെ എല്ലാവരും തയ്യാറാകണം. നമ്മൾ ഇന്ന് മുതൽ ശരിക്കും ബൈബിൾ തുറന്ന് പഠിക്കണം എന്ന് ഞാൻ വിനീതമായിട്ട് ഓർപ്പിക്കുന്നു. നമുക്കെടുക്കാം കൃത്യമായിട്ട് വാക്യങ്ങളിലൂടെ. ഉൽപ്പത്തി 3:17 നമ്മൾ വായിച്ച വാക്യമാണ്, പക്ഷേ നമുക്ക് വായിച്ചേ പറ്റൂ. 17ാമത്തെ വാക്യം വായിച്ചാട്ട്. മനുഷ്യനോട് കൽപ്പിച്ചതോ, നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ നിമിത്തം. അപ്പോൾ ഒന്നാമത്തെ ഭൗമശാപം അത് ആഡമിക്കാണ്. അപ്പൊ ആഡമിക് കേഴ്സാണിത്, ആദാമ്യ ശാപം. നിന്റെ നിമിത്തം എന്ന വാക്ക് വളരെ ഗൗരവമായി പഠിക്കുക. ആ വാക്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു വായിക്കണം എന്ന് ഓർപ്പിക്കുന്നു. ഞാൻ നമ്മുടെ ടോണി സാറിനെ ഒന്നുകൂടെ ബുദ്ധിമുട്ടിക്കുകയാണ്.
അദ്ദേഹം എത്ര ബുദ്ധിമുട്ട് സഹിച്ചാലും വായിക്കാൻ തയ്യാറായ സന്തുഷ്ട മാനസത്തിൻ്റെ ഉടമയാണെന്ന കാര്യം വളരെ സന്തോഷത്തോടെ ഞാൻ പറയട്ടെ. ഞങ്ങൾ ക്ലാസ്സിൽ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. അതുകൊണ്ട് അദ്ദേഹം തന്നെ വായിക്കും. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഡേവിഡ് ടോണി അവർ വീണ്ടും ആ വാക്യം വായിക്കുമ്പോൾ എല്ലാവരും ബൈബിൾ ഒന്ന് എടുക്കണം എന്ന് ഓർപ്പിക്കുന്നു. ബൈബിൾ എടുത്താട്ടെ. ശാപം വരാതിരിക്കാൻ കർത്തൃദാസന്മാർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അനുസരിക്കും, നല്ലതാ കേട്ടോ. ഡിവൈസ് ഓപ്പൺ ചെയ്യാൻ പറ്റും, കൃത്യമായി അറിയാം. എന്നിട്ട് ഡിവൈസ് ഓപ്പൺ ചെയ്യാതെ തകൃതിയും വികൃതിയും കുസൃതിയും ഒക്കെ ഒപ്പിക്കുന്നുണ്ടെങ്കിൽ വെറുതെ വീട്ടിൽ ശാപം കയറ്റരുത് എന്ന കാര്യം കൂടെ ഓർപ്പിക്കുകയാണ്. അത് കൃത്യമായി ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ആ കാര്യം ഭംഗിയായി ചെയ്യുക. കർത്തൃദാസന്മാരെ അനുസരിച്ചില്ലെങ്കിലുള്ള ശാപം എന്താണെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അതൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. സംയോജിതമായിട്ട് നമുക്ക് പറയാം. ഇപ്പോൾ വായിക്കാം കർത്താവിന്റെ ദാസൻ. എല്ലാവരും എടുത്താട്ടെ ബൈബിൾ 3-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം നിർത്തി വായിക്കാം. ദയവായി ശ്രദ്ധിച്ചു വായിക്കുക. മനുഷ്യനോട് കൽപ്പിച്ചതോ നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ആദാമ്യ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ ആദാം നിമിത്തം, നിന്റെ നിമിത്തം എന്ന് കൃത്യമായിട്ട് അവിടെ പറയുന്നു. ആദാം നിമിത്തം വായിച്ചാട്ടെ. ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. അവിടെ ഭൂമി എന്ന വാക്ക് ഞാൻ നേരത്തെ നിങ്ങൾക്ക് എടുത്തിരുന്നു. അധമ എന്ന പദമാണ്. ആ അധമ എന്ന പദത്തിന്റെ അർത്ഥം ഞാൻ തന്നു. കൃത്യമായി നിങ്ങൾക്കറിയാം. ഗ്രൗണ്ട്, ലാൻഡ്, അങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. അതിനെക്കുറിച്ച് കൃത്യമായി പറയാം. പീസ് ഓഫ് ഗ്രൗണ്ട് എന്നിങ്ങനെ പറയുന്ന അർത്ഥമാണ്. ഇവിടെ അറിഞ്ഞിരിക്കുക, ആദാമ്യ ശാപമാണ് ഉൽപ്പത്തി 3 ആരംഭിക്കുന്ന ഗ്രൗണ്ടിന്റെ ശാപം. അത് ഇന്നും നീങ്ങിയിട്ടില്ല. അതൊരൊറ്റ ശുശ്രൂഷകന്മാർ മുറിച്ചു കളഞ്ഞിട്ടില്ല. ശാപം മുറിക്കുന്ന ശുശ്രൂഷ ഉള്ളവരുണ്ടെന്ന് പറയുന്നുണ്ട്, നല്ലതാണ്. ഒത്തിരി പേരുടെ ശാപം മുറിക്കട്ടെ, സന്തോഷം അങ്ങനെ ഉണ്ടെങ്കിൽ. പക്ഷേ ഈ പറയുന്ന ആദാമ്യ ശാപം ഇന്ന് വരെ ആരും മുറിച്ചിട്ടില്ല. അതിപ്പോഴും ഭൂമിയിൽ കിടക്കുകയാണ്. ആമേൻ. ഈ ഒരു അറിവ് നമുക്കുണ്ടാകണം. ഇപ്പോഴും അത് ഭൂമിയിൽ കിടക്കുകയാണ്. ഇന്ന് വരെ ആരും മുറിച്ചിട്ടില്ല. ഇനി അഥവാ മുറിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോമൻ പാസ്റ്ററിനോട് പേഴ്സണലായിട്ട് പറഞ്ഞാൽ മതി. നാളെ ഞാൻ അത് എന്ത് ചെയ്യാം, ആ മുറിച്ച ആളുടെ പേരടക്കം സോമൻ പാസ്റ്റർക്ക് തെളിവ് തന്നിട്ടുണ്ട്, കൃത്യമായി തെളിവ് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഞാനത് കൃത്യമായി നാളെ തന്നെ പേരടക്കം, പറ്റുമെങ്കിൽ ഒരു ഫോട്ടോയും കൂടെ അയച്ചു തന്നാൽ അതുകൂടെ ഞാൻ നാളെ ഇവിടെ അത് കാണിക്കാം. എൻ്റെ ഈ ചെറിയ അറിവിലില്ലെന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. ഇനി അഥവാ നമ്മുടെ പാസ്റ്റർ ജേക്കബ് ജോണിന് ഒന്ന് തെളിയിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെ കെ തോമസ് സാർ പറഞ്ഞാൽ ഒന്ന് തെളിയിക്കണം എന്നൊരാഗ്രഹം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനും ഫോട്ടോ അയച്ചു തരാം എന്ന കാര്യം ഓർപ്പിക്കുന്നു. ഇത് ഇത്രയും ഞാൻ പറയുന്നത്, തെറ്റായ കുറെ അറിവുകളുടെ വലിയ വ്യാപാരം നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ട്. അത് വാസ്തവത്തിൽ ഒഴിഞ്ഞു മാറണം. ഇത് തഴഞ്ഞു വിടാൻ പറ്റില്ല, അത് തൊഴിച്ചു കളയാനും പറ്റില്ല. ഈ അറിവ് കൃത്യമായിട്ട് നമ്മുടെ അകത്ത് വരണം. ജയദാസ് പാസ്റ്ററൊക്കെ നോക്കി ചിരിക്കുകയാണ്. എന്താണ് ഈ കെ തോമസ് സാർ ഇത്രയും ഉറക്കെ പറയുന്നത് അല്ലേ? 46 വർഷം ഈ ലോകത്തിൽ പുൾപ്പിറ്റിൽ നിന്ന് പ്രസംഗിക്കാൻ ഒരു കുഞ്ഞവസരം ദൈവം തന്നു. ആ അവസരത്തിൽ ഒരുപാട് ഡിനോമിനേഷനിലെ ശുശ്രൂഷയിൽ അറ്റൻഡ് ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, നിരവധി കോളേജുകളിലും ഇന്ത്യയിലും ഇന്ത്യക്ക് വെളിയിലൊക്കെ അറ്റൻഡ് ചെയ്തു. അപ്പൊ ചെറിയ ഒരു പരിചയത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്, ഭൂമിക്ക് കിട്ടിയ, ആദമയ്ക്ക് കിട്ടിയ ശാപം ഇന്ന് വരെ ആരും മുറിച്ചു കളഞ്ഞിട്ടില്ല. ബൈബിളിൽ അങ്ങനെ ഒരു രേഖയില്ല എന്ന കാര്യം അറിഞ്ഞിരിക്കണം. സ്തോത്രം. ഞാൻ അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പിന്നെ പഠിക്കാം. അപ്പോൾ അതാണ് ഒന്നാമത്തെ ശാപം, ഇവിടെ ഭൂമിയോട് ബന്ധപ്പെട്ടുള്ള ആഡമിക് കേഴ്സ്. ആഡമിക് കേഴ്സ്. രണ്ടാമത്തേത് അതായത് ഗലാത്യ ലേഖനം 3:13. രണ്ടാമത്തേത്, 2 ഭാഗമായിട്ടാണ് ശാപം തിരിക്കുന്നത്. നമുക്കെടുക്കാം രണ്ടാമത്തെ ശാപം ഏതാണെന്ന് വായിക്കാം.
മരത്തിന്മേൽ തൂങ്ങുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് രണ്ടാമത്തെ ശാപത്തിന്റെ പേര് ന്യായപ്രമാണത്തിന്റെ ശാപമാണ്. ആ വാക്ക് നിങ്ങൾ കൃത്യമായിട്ട് എഴുതുക. ന്യായപ്രമാണത്തിന്റെ ശാപം. കേഴ്സ് ഓഫ് ദ ലോ ടീസ് കറ്ററാസ്റ്റോ നോമോ എന്നാണ് കൃത്യമായി ഗ്രീക്കിൽ എഴുതിയിരിക്കുന്നത്. ഞാൻ അതിന്റെ ഗ്രീക്കിലേക്ക് കടക്കാത്തത് സമയപരിധി നമുക്കുണ്ടല്ലോ. ഉള്ള പരിധിയിൽ നിന്നുകൊണ്ട് വളരെ വിശാലമായി പഠിക്കുക. അപ്പോൾ കേഴ്സ് രണ്ട് ഭാഗമാണ്. ഒന്നുകൂടെ ഞാൻ പറയാം. ഒന്ന് ആഡമിക് കേഴ്സ്, രണ്ട് കേഴ്സ് ഓഫ് ലോ, ന്യായപ്രമാണത്തിന്റെ ശാപം. ആദാമ്യ ശാപവും ന്യായപ്രമാണ ശാപവുമാണ് ഉള്ളത് എന്ന കാര്യം അറിഞ്ഞിരിക്കണം. ഇത് എവിടെ വരെ എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. ഇവ രണ്ടും എവിടെ വരെ നമുക്കൊന്ന് വായിക്കാം. ന്യായപ്രമാണ ശാപം എന്നത് എപ്പോൾ മുതൽ എവിടെ വരെ? യോഹന്നാൻ 1:17 നമുക്കൊന്നെടുക്കാം. യോഹന്നാൻ 1:17 വായിച്ചാട്ട്. ന്യായപ്രമാണം മോശെ മുഖാന്തരം ലഭിച്ചു. അപ്പൊ എപ്പോൾ മുതലാണ് ന്യായപ്രമാണം ലഭിച്ചത്? കൃത്യമായി ബൈബിൾ പറയുന്നു, മോശ മുഖാന്തരം, മോശ മുതലാണ് ന്യായപ്രമാണം ലഭിച്ചത്. ആ ന്യായപ്രമാണം പറയുന്ന ശാപത്തെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ വായിച്ചു. ആവർത്തനം 28 പ്രൈസ് ദി ലോർഡ് വളരെ വ്യക്തമായി വായിച്ചു. ഇഷ്ടംപോലെ വാക്യങ്ങളുണ്ട്. പിന്നീട് നമ്മളതിന്റെ വിശദാംശങ്ങളിലേക്ക് പ്രബന്ധമൊക്കെ എഴുതണമെങ്കിൽ അത് പഠിക്കാൻ കഴിയും. അത്ര ഞാൻ ഇപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് പറയുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ മോശ മുതൽ എവിടെ വരെയാണ് ഈ ന്യായപ്രമാണ ശാപം? എടുക്കാം. ഗലാത്യ ലേഖനം 3:10 മുതലുള്ള വാക്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കണം. ദയവായി എല്ലാവരും ബൈബിൾ എടുക്കുക. വായിക്കുമ്പോൾ കൃത്യമായി വായിക്കുക. ഗലാത്യർ 3:10 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. എന്നാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിന് കീഴാകുന്നു. ആ വാക്കെല്ലാവരും ശ്രദ്ധിക്കൂ. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിൻ കീഴാകുന്നു. അപ്പൊ ശാപത്തിന്റെ കീഴിലുള്ളവർ ആരാണ്? ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്നവരാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവരും ശ്രദ്ധിക്കുക. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിயின் കീഴിൽ ആശ്രയിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഏതെങ്കിലും ഘടകങ്ങളുണ്ടെങ്കിൽ, വ്യക്തികളുണ്ടെങ്കിൽ, നേതൃത്വങ്ങളുണ്ടെങ്കിൽ, പ്രസ്ഥാനങ്ങളുണ്ടെങ്കിൽ നിങ്ങളെ ശാപത്തിന്റെ കീഴിലേക്ക് വലിച്ചഴയ്ക്കുകയാണ്. ആമേൻ. ഈ ഒരു വലിയ അറിവിലേക്ക് നമ്മൾ വരണം. ശാപത്തിന്റെ കീഴിലേക്ക് നിങ്ങളെ വലിച്ചഴയ്ക്കുകയാണ്. അടുത്ത വാക്യം നിർത്തി വായിക്കണം ടോണി പാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. ഓരോ ഭാഗം നമുക്കൊന്ന് ചിന്തിച്ചു പോകാം. അടുത്തത്, ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നു. അപ്പൊ ശപിക്കപ്പെട്ടവൻ എന്നത് എന്താ വിഷയം? ന്യായപ്രമാണത്തിൽ എഴുതിയ കൽപ്പനകൾ നിവർത്തിക്കാൻ കഴിയാത്തവരാണ് ശപിക്കപ്പെട്ടവർ. അപ്പൊ അതിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്നവർ ശാപത്തിനിരയാണ്. ഇതാണ് ഗലാത്യ ലേഖനത്തിൽ ഭംഗിയായി പറഞ്ഞിരിക്കുന്നത്. ആ ശാപം എവിടെ വരെ വായിക്കാം? നമുക്ക് അതിന്റെ താഴോട്ട്, അതിന്റെ താഴോട്ട് 13-ാം വാക്യം മുതൽ വായിച്ചാട്ടെ. 13-ാം വാക്യം വളരെ ഭംഗിയായിട്ട് ശ്രദ്ധിച്ച് വായിക്കാം. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ടോണി പാസ് വായിക്കുന്നു എന്നതുകൊണ്ട് ബൈബിളിൽ നോക്കാതിരിക്കരുത്. ദൈവത്തിന്റെ വചനമാണ്, മഹാരാജാവിന്റെ പുസ്തകമാണ്. ആ വലിയ ചിന്തയോടെ നിങ്ങൾക്ക് ബൈബിൾ നോക്കാം. ഞാനിപ്പോ ബൈബിളിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വായിക്കാം. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. അതെ, ക്രിസ്തു ശാപത്തിൽ നിന്ന് നിർത്തി വായിക്കണം. അത് നിർത്തി വായിച്ചില്ലെങ്കിൽ ഒക്കില്ല. അത് പ്രധാന വാക്യ. ഒന്നോടെ നിർത്തി വായിക്കണം. ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു.
വളരെ ശക്തമായി ചിന്തിക്കേണ്ട ഭാഗമാണ്. ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ഒരു ഉദാഹരണം പറയാം. നമ്മുടെ റോയ് മാത്യു എന്ന് പറഞ്ഞ സഹോദരൻ ഞാൻ നന്നായി അറിയുന്ന ഒരു ദൈവദാസൻ ഇതിനകത്തുണ്ട്. അദ്ദേഹം ഷാലോം ബിബ്ലിക്കൽ സെമിനാരിയിലെ ഒരു വിദ്യാർത്ഥിയാണ്. ഇന്ത്യയിലും വന്ന് പഠിച്ചു, മസ്കറ്റിലും പഠിക്കുന്ന, അങ്ങനെ ഓടി നടന്ന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹത്തിന് ഒരു 5 ഏക്കർ ഭൂമി ഒരു കുന്നിലുണ്ടെന്ന് കരുതൂ. അത് കേട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിന് ഭയങ്കര സന്തോഷമായി, തണുപ്പായി. അത് കിട്ടട്ടെ അല്ലേ, നമുക്ക് സന്തോഷമേ ഉള്ളൂ. അസൂയില്ലെങ്കിൽ നിങ്ങൾ ഒരു സ്വത്രമൊക്കെ പറഞ്ഞു തരും. പ്രൈസ് ദി ലോർഡ്. കിട്ടിക്കോട്ടെ, അതിന് നമുക്ക് എന്താ അല്ലേ സന്തോഷം. എന്നാൽ ഒരു പോയിന്റ് നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് ചിന്തിക്കണം. അത് മറ്റൊന്നുമല്ല, ആ സ്ഥലത്ത് ചുറ്റും ഇതാ തീ കത്താൻ തുടങ്ങി. ഇവരുടെ വീട്, റോയ് മാത്യു എന്ന് പറയുന്ന ദേവദാസിന്റെ വൈഫിന്റെ പേര് ഷീബ എന്നാണെന്ന് എൻ്റെ ഓർമ്മ. ഷീജ സിസ്റ്ററുടെ സിസ്റ്റർ ആണെന്നാണ് എൻ്റെ അറിവ്. അവർ രണ്ടുപേരും കുടുംബമായിട്ട് താമസിക്കുന്നത് ഈ 5 ഏക്കർ കുന്നിലാണ്. ദയവായി കേൾക്കണം. അപ്പോഴാ പിള്ളേർ വിളിച്ചു പറയുന്നേ, അയ്യോ ഡാഡി, മലയുടെ ചുറ്റും തീ കത്തുന്നു, തീ കത്തുന്നു, ഇനി എന്ത് ചെയ്യും? മൊത്തം കത്തി കയറി വരികയാണ്, ഇനി എന്ത് ചെയ്യും? അപ്പോൾ റോയ് മാത്യു എന്ന് പറഞ്ഞ സഹോദരൻ ചില്ലറക്കാരനല്ല, നല്ല ബ്രെയിൻ ഉപയോഗിക്കുന്ന ഒരു ദൈവാസന. അദ്ദേഹം എന്ത് ചെയ്തു? ഒരു ചൂട്ട് കത്തിച്ച് താൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മുമ്പിലേക്ക് അങ്ങോട്ട് കത്തിച്ചു വിട്ടു. എല്ലാവരും ഒരു ഉണ്ടല്ലോ, അത് കത്തിച്ചു വിട്ടു കഴിഞ്ഞപ്പോൾ കത്തി തീർന്ന സ്ഥലത്ത് കയറി നിന്നു. ഷീബയോട് പറഞ്ഞു, മോളെ അങ്ങോട്ട് ഓടി വരി. മക്കളോട് പറഞ്ഞു, വരി, നമുക്ക് ഒരുമിച്ച് കത്തി തീർന്ന സ്ഥലത്ത് നിൽക്കാം. തീർന്ന സ്ഥലത്ത് നിന്നതിനാൽ ചുറ്റും കത്തി വരുന്ന തീയെ അവരെ ഏശിയില്ല. ഇതാണ് ക്രൂശിൽ കാണുന്നത് എന്നറിയുന്നവർ എത്ര പേരുണ്ട്? ആമേൻ. എനിക്ക് വേണ്ടി ശാപമായി തീർന്ന സ്ഥലത്ത് ഞാൻ കയറി നിൽക്കുമ്പോൾ എൻ്റെ ശാപം ക്രൂശിൽ വെച്ച് തീരുകയാണ് എന്ന ഉത്തമ അറിവുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ട്. അത് ന്യായപ്രമാണത്തിന്റെ ശാപമാണ്, ആഡമിക് കേഴ്സ് അല്ല എന്ന കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കണം. ആമേൻ. ഇപ്പോൾ റോയ് മാത്യു ഷീബയും കുഞ്ഞുങ്ങളൊക്കെ ശ്വാസം വിട്ടിരിക്കുന്ന കണ്ടോ? ആ തീ കത്തി വരുന്ന കണ്ടപ്പോൾ അവരുടെ മുഖത്ത് നോക്കി ഭയങ്കര അതെ, ഒരു എന്തായാലും പറയാ, ഒരു ഗ്ലൂമി അറ്റ്മോസ്ഫിയർ എന്ന് പറയാ. തീ കത്തി വരുമ്പോൾ അല്ലേ, ഭയങ്കര ഭയമൊക്കെ ആയിരുന്നു. ഇപ്പതേ കത്തിയ സ്ഥലത്ത് കയറിന്നപ്പോൾ റോയ് മാത്യുവിന്റെ മുഖത്തൊക്കെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞു. ഇതാണ് നമുക്ക് സംഭവിച്ചിരിക്കുന്നത്. ശാപമായി തീർന്ന് ഇത് കത്തിച്ചു കളഞ്ഞ ദൈവകോപാഗ്നിയിൽ നമുക്ക് വേണ്ടി വെന്തെറിഞ്ഞ കുഞ്ഞാട് നിന്ന സ്ഥലത്ത് നമ്മൾ കയറി നിൽക്കുമ്പോൾ ശാപം നമ്മെ ഏശുകയില്ല എന്നറിയുന്നവർ എത്ര പേരുണ്ട്? അവിടെയാണ് ക്രൂശിൽ നമുക്കുള്ള വിടുതൽ എന്നറിയുന്നവരെ കൈയൊന്നടിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ട്. ഹല്ലേലൂയ. ക്രൂശിൽ നമുക്കുള്ള വിടുതൽ അവിടെയാണ്. ആ വാക്യം വായിച്ച് തീരാൻ പറ്റുന്നതല്ല, അങ്ങനെ തീർന്നാൻ പറ്റുകയില്ല. വളരെ ശാന്തമായി പഠിക്കണം. ഇനി നമുക്ക് ആ വാക്യം തന്നെ ഒന്ന് വായിക്കാം. ദയവായി എല്ലാവരും ബൈബിൾ നോക്കിയേ, എങ്ങനെയാണെന്ന് പഠിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വേണ്ടി ക്രിസ്തു ശാപമായി തീർന്നു. പോരാ, അടുത്ത ഭാഗം. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലക്ക് വാങ്ങി. ഒരു ആമേൻ പറയാൻ എത്ര പേർക്ക് സന്തോഷമുണ്ട്? എന്റെ ശാപത്തിൽ നിന്ന് വിലക്ക് വാങ്ങിയെങ്കിൽ പിന്നെ ഞാൻ ശപിക്കപ്പെട്ടവനെന്ന് പറയുന്ന ഏത് ഉദ്ദേശിയും വിവരക്കേടിന്റെ അവറസ്റ്റ് അല്ലേ പറയുന്നേ? ആമേൻ. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? കത്തിത്തീർന്ന സ്ഥലത്ത് റോയ് മാത്യു ഷീബയും കുഞ്ഞുങ്ങളും കയറി നിന്നിട്ട് ഇപ്പൊ അവിടെ കൂളായിട്ട് അവർ സന്തോഷത്തോടെ നിൽക്കുകയാണ്. ആ വീടിന് ചുറ്റും അവർ തീയിട്ട് അതെല്ലാം കത്തിച്ചു കളഞ്ഞു. ഇപ്പൊ വീടിന്റെ അവിടെ കയറി ഇരുന്നിട്ട് പാട്ട് പാടുക, എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി. എന്തൊരു ഭംഗിയായിട്ട് കൈയടിച്ച് പാടുന്നേ. തീർന്നു തീർന്നു, പോരാ, എന്നെ വിലക്കും കൂടെ വാങ്ങിയിരിക്കുക. അപ്പൊ ഏതാണ് വില? നമുക്കൊന്ന് വായിക്കാം. മത്തായി 20:28 നമുക്ക് വേണ്ടി കൊടുത്ത വില ഏതാണ്? അതുകൊണ്ട് നമുക്ക് നോക്കാം. വായിച്ചാട്ട്. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല,
ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും. അപ്പൊ ഏതാണ് വില? യേശുവിന്റെ ജീവനാണ് മറുവില. റാൻസം പ്രൈസ് എന്ന് പറയുന്നത് ലൈഫ് ഓഫ് ജീസസ് ആണ്. യേശുവിന്റെ ജീവനാണ് മറുവില എന്ന കാര്യം അറിയണം. അത്രയും വില കൊടുത്ത് വാങ്ങിയ ഞാൻ അതിൽ നിന്ന് സ്വതന്ത്രനായിരിക്കുകയാണെന്നുള്ള അറിവ് ലഭിക്കുന്നവർ എത്ര പേരുണ്ട്? ആമേൻ. ഞാൻ ശാപത്തിൽ നിന്ന് ക്രൂശ് മുഖാന്തരം സ്വതന്ത്രനായിരിക്കുകയാണ് എന്ന അറിവ് ലഭിക്കുന്നവർ സന്തോഷത്തോടെ ഒരു ഹല്ലേലൂയ ഉറക്കെ പറയാം. ആമേൻ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഞാൻ ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ടവനും ശാപമായി തീർന്ന ക്രിസ്തുവിൽ ഞാൻ സ്വതന്ത്രനാണ് എന്ന് പറയാനുള്ള ചങ്കൂറ്റമുള്ളവർ എത്ര പേരുണ്ട്? അങ്ങനെയുള്ളവരെല്ലാവരും ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ട് അതിശക്തമായി നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുത്ത് പറയാം, ഉവ്വ് എൻ്റെ ദൈവം എന്നെ സ്വതന്ത്രനാക്കിയിരിക്കുകയാണ്. എന്നാൽ അങ്ങനെ ജീവിതങ്ങൾ രക്ഷിക്കപ്പെട്ടു വന്ന ശേഷം ഇനി ശാപത്തിലേക്ക് നീങ്ങാൻ പാടില്ല. അതിനെക്കുറിച്ചുള്ള വലിയ അറിവിലേക്ക് നമ്മൾ വരണം. പഴയ നിയമത്തിലെ തെളിവുകളിൽ നിന്ന് വിടുതലും പുതിയ നിയമത്തിലെ തെളിവുകളിൽ നിന്ന് വിടുതലും വേണം. ഇനി രണ്ടാമത്തെ ശാപം എവിടെ വരെ നമുക്കെടുക്കാം? പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഉൽപ്പത്തി 3:17, 18, 19 വാക്യങ്ങളാണ് നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ ഭാഗം, ക്ഷമിക്കണം, രണ്ടാം ഭാഗം. ഉൽപ്പത്തി 3:17, 18, 19 അതാണ് ആഡമിക് കേഴ്സ്. അത് എവിടെ വരെ? മനുഷ്യനോട് കൽപ്പിച്ചതോ, നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. അധമ ശപിക്കപ്പെട്ടിരിക്കുകയാണ്. അധമ ശപിക്കപ്പെട്ടിരിക്കുകയാണ്. ആ ശാപം മാറുന്നത് ഭൂമി കത്തി എരിയുമ്പോഴാണ്. പൂർണ്ണമായി മാറുന്നത് ഭൂമി കത്തി എരിയുമ്പോഴാണ്. അവിടെ ഒരു കാര്യം നമ്മൾ പഠിച്ചിരിക്കണം. വായിക്കാം നമുക്ക്. ന്യായപ്രമാണത്തിന്റെ ശാപം ക്രൂശിൽ തീർത്ത കർത്താവ് അധമയുടെ ശാപം തീർക്കുന്നത് എപ്പോഴാ? തീരുന്നത് എപ്പോൾ? വായിച്ചാട്ടെ. വെളിപ്പാട് 22:3. അതോട് ബന്ധപ്പെട്ട ഒത്തിരി വാക്യങ്ങൾ പിന്നീട് വായിക്കും. വിശദാംശങ്ങളിലേക്ക് നമ്മൾ പിന്നീട് സമയോചിതമായി കടക്കും എന്ന് ഞാൻ പറയട്ടെ. വായിക്കാം. യാതൊരു ശാപവും ഇനി ഉണ്ടാകയില്ല. ഇനി ഉണ്ടാകയില്ല. അതെപ്പോഴാ ഇനി എന്ന് പറയുന്നത്? പുതിയ ഭൂമി, പുതിയ യെരൂശലേം വന്ന ശേഷം ശാപം ഉണ്ടാകയില്ല. ഇനി എന്ന് എടുത്തു പറയുന്നു എന്ന കാര്യം അറിയുക. ഇനി 21, 22 അധ്യായങ്ങളിൽ പുതിയ ഭൂമിയും പുതിയ യെരൂശലേമും എന്ന വിഷയമാണ്. 22:1 മുതൽ നമുക്കൊന്ന് വായിക്കാം. ദയവായിട്ട് വായിച്ചാട്ടെ 22:1 മുതലുള്ള വാക്യങ്ങൾ. വീതിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്ക് പോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷമുണ്ട്. അത് 12 വിധം ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. യാതൊരു ശാപവും ഇനി ഉണ്ടാകയില്ല. അവിടെയാ പറയുന്നത് ഇനി ഉണ്ടാകയില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. അവിടെയാ പറയുന്നത് ഇനി യാതൊരു ശാപവും ഉണ്ടാകയില്ല. ആമേൻ. ഇവിടെ ഒരു കാര്യം നമുക്ക് ഉറക്കെ പറയാം. ആദാം മുതൽ ഉണ്ടായ ശാപം, അധമയ്ക്കുണ്ടായ ശാപം 1000 ആണ്ടിൽ ഒരു പരിധി വരെ നീങ്ങും. 1000 ആണ്ട് കഴിയുമ്പോൾ ഇനി ശാപം ഉണ്ടാകയില്ല. അപ്പോൾ 1000 ആണ്ട് വരെ ഈ ഭൂമിയിൽ ശാപമുണ്ട് എന്ന കാര്യം അറിയണം. 1000 ആണ്ടിൽ എന്തൊക്കെ നടക്കുമെന്ന കാര്യം ഞാൻ പിന്നീട് പറയാം. അപ്പൊ ഇനി ശാപമില്ല എന്ന് പറയുന്ന ടൈം സോണിലാണ് നമ്മൾ ഇപ്പോൾ വന്ന് നിന്നത് എങ്കിൽ ഉൽപ്പത്തി 3 മുതൽ വെളിപ്പാട് 22 വരെയാണ് ആഡമിക് കേഴ്സ് നിലനിൽക്കുന്നത് എന്ന് ക്രൊണോളജി ബേസിൽ താൽക്കാലികമായ ഒരു തരം അമ്മച്ചി പറഞ്ഞതുപോലെ
ഒരു ടെമ്പററി ഉത്തരം പറയാം. ടെമ്പററി എന്ന് ഞാൻ പ്രസംഗിച്ചപ്പോൾ അമ്മച്ചി എന്നോട് പറയുകയാണ്, അതേ മോനെ അത് ടെമ്പററി തന്നെയാണെന്ന്. അങ്ങനെ അമ്മച്ചി പറഞ്ഞതുപോലെ ഒരു ടെമ്പററി ഉത്തരം ഞാൻ ഇപ്പൊ പറയുന്നു. അതിന്റെ പെർമനന്റ് ഉത്തരം പിന്നീട് താഴെ വരുന്നുണ്ട്. അവിടെ നമുക്ക് വിശാലമായി പഠിക്കാൻ കിടപ്പുണ്ട്. ഇത്രയും ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കിയത് 2 തരം ശാപമുണ്ട്. ഒന്ന് ആഡമിക് കേഴ്സാണ്, 2 അതാണ് ആദാമ്യ ശാപം. 2 കേഴ്സ് ഓഫ് ലോ, ന്യായപ്രമാണത്തിന്റെ ശാപം. ഇത് 2ആണ്. 2ന്റെയും ആരംഭവും അവസാനവും 2 ടൈമിലാണ് എന്ന കാര്യം പ്രഥമത അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ശാപം എന്ന വാക്കിനെ സംബന്ധിച്ച്. ചില പദങ്ങൾ ഞാൻ പറയുമ്പോൾ നിങ്ങളെല്ലാവരും എഴുതിയെടുക്കുക. ആ വാക്യം കൊണ്ട് വായിച്ചാൽ എളുപ്പമുണ്ട്. ഞാൻ ഇന്നലെ 7 എബ്രായ പദങ്ങൾ നിങ്ങളെ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിൽ അറാർ എന്ന പദമാണ് ഇപ്പോൾ നമ്മൾ വായിക്കുന്നത്. അത് സംബന്ധിച്ച് വലിയ അറിവ് നമുക്കുണ്ടായിരിക്കണം. 1 ശമൂവേൽ 24:18. പോയിന്റ് മാത്രം എഴുതി പോകാം. യഹോവ എന്നെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചാറേയും നീ എന്നെ കൊല്ലാതെ വിട്ടതിനാൽ നീ എനിക്ക് ഗുണം ചെയ്തതായി ഇന്ന് കാണിച്ചിരിക്കുന്നു. 24:18. സാമുവേൽ പാസ്റ്റർ. അതെ, വായിച്ചോളൂ. ഞാൻ ഒന്നുകൂടെ ഒരു മിനിറ്റ് ഞാൻ പറയാം. 1 ശമൂവേൽ 26:18-19. സോറി, 26:18-19 വായിച്ചാട്ട്. യജമാനനായ രാജാവേ എന്ന് പറഞ്ഞു. യജമാനൻ ഇങ്ങനെ അടിയനെ തേടി നടക്കുന്നത് എന്തിന്? അടിയൻ എന്ത് ചെയ്തു? അടിയന്റെ പക്കൽ എന്തു ദോഷമുള്ളൂ? ആകയാൽ യജമാനനായ രാജാവ് അടിയന്റെ വാക്ക് കേൾക്കണമേ. തിരുമേനിയെ അടിയന് വിരോധമായി ഉദ്യമിപ്പിക്കുന്നത് യഹോവയാകുന്നുവെങ്കിൽ അവനൊരു വഴിപാടേറ്റ് പ്രസാദിക്കുമാറാകട്ടെ. മനുഷ്യരെങ്കിലോ അവർ യഹോവയുടെ മുൻപാകെ ശപിക്കപ്പെട്ടിരിക്കട്ടെ. വിഷയം ഇവിടെ കൃത്യമായി അറിഞ്ഞിരിക്കണം. നിങ്ങൾ വളരെ ആഴത്തിൽ പഠിക്കേണ്ട ഒരു ഭാഗമാണ്. 1 കൊരിന്ത്യർ 24-26 അധ്യായങ്ങൾ. അതിന്റെ പോയിന്റ് ഞാനിപ്പോ പറയാം, ശ്രദ്ധിക്കുക. ദാവീദിനെ തേടി ഹക്കീല കുന്നിൽ ശൗൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു സൈഡിൽ ശൗൽ തന്റെ പടയാളികളുമായി ഇതാ ക്ഷീണം കൊണ്ട് കിടന്നു. അവരെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ് കൂർക്കം വലിക്കുന്ന നേരം നോക്കി ദാവീദിന്റെ കൂടെയുള്ളവർ പറഞ്ഞു, ബെസ്റ്റ് ടൈമാണ് ശത്രുവിനെ നിന്റെ കയ്യിൽ തന്നിരിക്കുക, കൈകാര്യം ചെയ്തോളാൻ പറഞ്ഞു. എന്നിട്ടും ദാവീദ് കൈകാര്യം ചെയ്തില്ല. നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കണം, കൈകാര്യം ചെയ്തില്ല. പകരം എന്താ ചെയ്തത്? അവനെ വെറുതെ വിട്ടു. അവന്റെ വസ്ത്രത്തിന്റെ ഒരു തുണ്ട് കീറിയെടുത്തു, കയ്യിൽ അടയാളത്തിന്. അതുപോലും ദാവീദിന് മാനസികമായ വിഷമായിരുന്നു. എന്നിട്ടാണ് ഇനി അറിയേണ്ടത്. അങ്ങനെ അക്കീല കുന്നിലിരിക്കുമ്പോൾ ദാവീദും ശമൂവേൽ പറയുന്ന സംഭാഷണമാണ് ഇവിടെ. ഞാൻ തന്നെ വായിക്കുന്നു. നിങ്ങൾ എല്ലാവരും 19ഉം 20ഉം ഒന്ന് കാണണമെന്ന് ഓർപ്പിക്കുകയാണ്. ശൗലിനെ ഉദ്യമിപ്പിച്ച് വിടുന്നത് മനുഷ്യരാണെങ്കിൽ അത് ശാപമായി തീരും. ദൈവമാണെങ്കിൽ നോ പ്രോബ്ലം. ഇതാണ് അവിടുത്തെ വിഷയം. അപ്പോൾ ദാവീദിന്റെ ഹൃദയം നമുക്ക് ഇവിടുന്ന് അറിയണ്ടേ? 20ാം വാക്യം ഒന്ന് വായിച്ചേ. ദാവീദിന്റെ ഹൃദയം അറിയണമെങ്കിൽ 20ാം വാക്യം എന്താണ് സംഭവം ഒന്ന് പറയാം. എന്റെ രക്തം യഹോവയുടെ മുൻപാകെ നിലത്ത് വീഴരുതേ. ഒരുത്തൻ പർവ്വതങ്ങളിൽ ഒരു കാട്ടുകോഴിയെ തേടുന്നത് പോലെ ഇസ്രായേൽ രാജാവ് ഒരു ഒറ്റ ചെള്ളിനെ തിരഞ്ഞ് പുറപ്പെട്ടിരിക്കുന്നു എന്നും അവൻ പറഞ്ഞു. അടുത്തത്, അതിന് ശൗൽ
ഞാൻ പാപം ചെയ്തിരിക്കുന്നു, എന്റെ മകനെ ദാവീദേ മടങ്ങി വരിക, എന്റെ ജീവൻ ഇന്ന് നിനക്ക് വിലയേറിയതായി ഒരു 50 അണ്ടർലൈൻ ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? തോന്നിയത് കൊണ്ട് ശത്രുവിന്റെ ജീവൻ ദാവീദിന്റെ ജീവനേക്കാൾ വിലയേറിയതായി എണ്ണി എന്ന് ശത്രുവിന് തോന്നി. എത്ര ഉയർന്ന് പഠിക്കേണ്ട ഭാഗമാണ് ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ദാവീദ് പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, യഹോവ ഉദ്യമിപ്പിക്കുന്നില്ലെങ്കിൽ, അത് മനുഷ്യരാലാണെങ്കിൽ അവിടെ കേഴ്സുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ മറ്റുള്ളവർ നമ്മെ ഉദ്യമിപ്പിച്ചുകൊണ്ട് വേറെ വ്യക്തികളെ നശിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ശാപം വീട്ടിൽ നിന്ന് തല്ലിക്കളഞ്ഞാ പോകില്ല. എന്നെ ഉദ്യമിപ്പിച്ചുകൊണ്ട് മാത്യു കോശി പാസ്റ്ററെ കൊല്ലാനോ നശിപ്പിക്കാനോ ഞാൻ നോക്കുന്നുണ്ടെങ്കിൽ അത് കൺസ്ട്രക്ഷൻ അല്ല, ഡിസ്ട്രക്ഷൻ ആണ്. ആ പണി ചെയ്യുന്നുണ്ടെങ്കിൽ ഓർത്തോളം, ശാപം വീട്ടിൽ നിന്ന് തല്ലിക്കളഞ്ഞാ പോകില്ല. ഇന്നത്തെ ക്രൈസ്തവ ലോകത്തിൽ വളരെയേറെ ശാപം കയറിയത് ഈ ഒരു പ്രിൻസിപ്പിളിലാണെന്ന് അറിയുന്നവർ എത്ര പേരുണ്ട്? ശത്രുവിന്റെ ജീവനെ നമ്മുടെ ജീവനേക്കാൾ വിലയേറിയതായി കാണാൻ കഴിയാത്ത ദുഷ്ടദർശനമാണ് ഇന്ന് പലരും സൂക്ഷിക്കുന്നത്. അത് പാപത്തിലേക്കും ശാപത്തിലേക്കും നയിക്കുമെന്ന് അറിയുന്നവർ എത്ര പേരുണ്ട്? ആ വാചകം ഞാൻ ഒന്നുകൂടെ പറയാം, ദയവായി എഴുതിയെടുക്കുക. ശത്രുവിന്റെ ജീവനെ എന്റെ ജീവനേക്കാൾ വിലയേറിയതായി എണ്ണുവാൻ കഴിയുക. ആ ഒരു വിഷനാണ് വേണ്ടത്. അവിടെയാണ് ശാപമില്ലാതിരിക്കുക. ആമേൻ. ഇപ്പോൾ ഇതിനകത്ത് കുറെ പേരുണ്ട്, മാത്യു കോശി പാസ്റ്ററെ നശിപ്പിക്കാൻ വേണ്ടി സ്റ്റാനി തോമസ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ ഞാൻ ഉദ്യമിപ്പിച്ച് വിടുന്നുണ്ടെങ്കിൽ എന്റെ വീട്ടിൽ നിന്ന് ശാപം തല്ലിക്കളഞ്ഞ പോവില്ലെന്നാ. യൂട്യൂബിലൂടെ ശ്രദ്ധിക്കുന്ന ഒത്തിരി പേരുണ്ടല്ലോ. ക്രൈസ്തവ ലോകമേ, മതലോകമേ, ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നു, മത മനസാക്ഷി വെച്ചുകൊണ്ട് രക്തമൊഴുക്കുവാനുള്ള വലിയ വീര്യം മനസ്സിലുണ്ടെങ്കിൽ ശാപം തല്ലിക്കളഞ്ഞാ പോകില്ല എന്നറിയുന്നവർ എത്ര പേരുണ്ട്? ആമേൻ. അത് ഇന്ത്യക്ക് ശാപമാകാതിരിക്കട്ടെ, റഷ്യക്ക് ശാപമാകാതിരിക്കട്ടെ, അമേരിക്കയ്ക്ക് ശാപമാകാതിരിക്കട്ടെ, ദൈവജനത്തിന് ശാപമാകാതിരിക്കട്ടെ. പല ചർച്ചകളിൽ മറ്റുള്ളവരുടെ നാശം കൊതിച്ചുകൊണ്ട് വലിയ തോതിൽ ഉദ്യമിപ്പിക്കുന്ന, വ്യക്തികളെ നശിപ്പിക്കാൻ വേണ്ടി ഉദ്യമിപ്പിക്കുന്ന വല്ലാത്ത പ്രവണതകളുണ്ട്. അതുകൊണ്ടാണ് വലിയ ശാപങ്ങൾ ചർച്ചകളിൽ പോലും വരുന്നത് എന്നറിയുന്നവർ എത്ര പേരുണ്ട്? ഇന്ന് രാത്രി നമുക്കൊരു കാര്യം ചെയ്യാം, ദാവീദിന്റെ മനസ്സിലേക്ക് നമുക്ക് കയറി വരാം. ദാവീദിന്റെ ഹൃദയത്തിന്റെ പുൽപ്പിറ്റ് എന്താണ്? ശത്രുവിന്റെ ജീവനെ എന്റെ ജീവനേക്കാൾ വിലയേറിയതായി എണ്ണുന്ന ഉയർന്ന തത്വമാണ്. ഈ അറിവിലേക്ക് വരാൻ ഇന്ന് രാത്രി എത്ര പേർ തയ്യാറുണ്ട്? ആമേൻ. ഒന്നാം ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ വളരെ ഉയർന്ന പ്രതലത്തിലാണ് പഠിക്കുന്നത്. ശാപം എന്ന വിഷയത്തിന്റെ ഒരു സ്റ്റെപ്പ് നമ്മളിപ്പോൾ കയറിയിരിക്കുകയാണ്. ഇന്ന് രാത്രി എൻ്റെ ഹൃദയത്തിന് കൃത്യമായൊരു മാറ്റം വേണം എന്ന താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വാക്കൊന്ന് പ്രാർത്ഥിപ്പാൻ വിനീതമായിട്ട് ഞാൻ ഓർപ്പിക്കുകയാണ്. ശത്രുവിന്റെ ജീവൻ എൻ്റെ ജീവനേക്കാൾ വിലയേറിയതായി എണ്ണുന്ന ദാവീദിന്റെ ആ മനസ്സ് ദൈവം എനിക്ക് തരണം. അത് നല്ലൊരു മനസ്സാണ്. അത് ശത്രുവിനെ കൊണ്ട് പറയിപ്പിക്കണം എന്ന ആഗ്രഹമുള്ളവരെല്ലാം ഒരു വാക്കൊന്ന് പ്രാർത്ഥിച്ചാട്ട്. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഇത് വെറും ഒരു ക്ലാസ് അല്ല എന്നറിയുന്നവർ എത്ര പേരുണ്ട്? ദൈവാത്മാവ് സ്പർശിക്കുകയാണ് ജീവിതങ്ങളെ, സ്പഷ്ടമായി സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കൃത്യമായി ദൈവാത്മാവ് ഇടപെടുന്നതിൽ സന്തോഷമുള്ളവരെല്ലാം ദൈവത്തോട് ഒരു വാക്ക് പറയാം. വലിയൊരു മാറ്റം ഞങ്ങൾക്ക് വേണം കർത്താവേ, വലിയൊരു മാറ്റം ഞങ്ങൾക്ക് വേണം കർത്താവേ. ഞങ്ങളുടെ അകത്തൊരു വലിയ ഓപ്പറേഷൻ ഇന്ന് നടക്കണം എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സോമൻ അവർകൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതാണ്. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ ശ്രേഷ്ഠഭൃത്യൻ
കർത്താവെ ഞങ്ങൾക്ക് വിഭാഗിച്ചു തന്ന ദൈവവചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങള് ദുരഭാര ജഗൽക്കനാധികം സനി ഒരു മതത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം ചിന്തകൾക്ക് അടിമപ്പെട്ടു പോകുവാനല്ല കർത്താവെ, അതേ വ്യക്തിഹത്യകളും ശത്രുവിനെ അതേ ഹല്ലേലൂയ നിന്ദിക്കുവാനും അവനെ ഇല്ലായ്മ ചെയ്യുവാനും പ്രേരിപ്പിക്കുന്ന ഒരു ലോകത്തിന്റെ ഇൻഫ്ലുവൻസിലും ആ ആറ്റിറ്റ്യൂഡിലുമാണ് ലോകം കടന്നു പോകുന്നതെങ്കിലും കർത്താവെ, അത് സഭയ്ക്കകത്ത് അത് വ്യക്തികളിൽ ഞങ്ങളിൽ അത് വ്യാപരിക്കാതെ ആ ദാവീദിന് ഉള്ള പോലെയുള്ള ആ ഹൃദയ വിശാലത കർത്താവെ, ശത്രുവിന്റെ ജീവൻ തൻ്റെ ജീവനേക്കാൾ വലിയേറിയതായി എണ്ണുവാനുള്ള ഹല്ലേലൂയ ആ വലിയ ആ ചിന്ത ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിനെന്ന് യേശു പഠിപ്പിച്ച അതേ മനോഭാവത്തിൽ ഉയരുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ശാപങ്ങളും അതേ പൊട്ടിക്കുന്നവരായി, മുറിക്കുന്നവരായി, അതിനെ ഓവർകം ചെയ്യുന്നവരായി, ദൈവീയ അനുഗ്രഹം ഈ ഭൂമിയിൽ വെച്ച് തന്നെ ആസ്വദിക്കുന്നവരായി, ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നവരായി തീരുവാൻ അവിടെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ദിവ്യ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ. ഇയ്യോബ് 3:8 ശാപത്തിന്റെ പടികളിലേക്ക് നമ്മൾ കയറുകയാണ്. കയറാൻ നിങ്ങൾ തയ്യാറായാൽ 32 പടികൾ കയറാനുണ്ട് എന്ന അറിവ് നമുക്കുണ്ടായിരിക്കണം. ആമേൻ. അത്ര വലുപ്പത്തിലാണ് ഇത് പഠിക്കേണ്ടത്. മിനിമം 32 സ്റ്റെപ്പുകളെങ്കിലും കയറാനുണ്ട്. ഈ വലുപ്പത്തിൽ പഠിച്ചാൽ നമ്മുടെ ആന്തരിക ചികിത്സ ഈ രാത്രി നടക്കും എന്നറിയുന്നവർ എത്ര പേരുണ്ട്? വലിയ ആന്തരിക ചികിത്സ ഇന്ന് രാത്രി നടക്കും. ആമേൻ. വായിക്കാം. മഹാസർപ്പത്തെ ഇളക്കുവാൻ സമർത്ഥരായി ദിവസത്തെ ശപിക്കുന്നവർ അതിനെ ശപിക്കട്ടെ. ഒന്നുകൂടെ അത് നിർത്തി നമുക്കൊന്ന് വായിക്കാം. നെറ്റിന്റെ പ്രോബ്ലം ഉണ്ട് എങ്കിലും ടോണി പാസ്റ്റർ വായിച്ചാട്ടെ, കേൾക്കാം നമുക്ക്. മഹാസർപ്പത്തെ ഇളക്കുവാൻ സമർത്ഥരായി ദിവസത്തെ ശപിക്കുന്നവർ അതിനെ ശപിക്കട്ടെ. മഹാസർപ്പത്തെ ഇളക്കുവാൻ സമർത്ഥരായ, ആ വാക്ക് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല. മഹാസർപ്പത്തെ ഇളക്കുവാൻ സമർത്ഥരായി ദിവസത്തെ ശപിക്കുന്നവൻ. അങ്ങനൊരു ടീമുണ്ട്, ഇളക്കി വിട്ട് ശപിക്കുന്നവർ. അത് ഇന്ന് അതിൻ്റെ ഏജന്റുകൾ ഭൂമിയിലുണ്ട് എന്ന കാര്യം അറിഞ്ഞിരിക്കണം. ആമേൻ. ഏജന്റുകൾ ഭൂമിയിലുണ്ട്. ആ ടൈപ്പ് ശാപവും ബൈബിൾ വ്യക്തമാക്കുന്നു. അത്ര ഞാൻ പറയുന്നു, ഓടിച്ചു പോകണമല്ലോ. എടുക്കാൻ നമുക്ക് 119-ന്റെ 21 119-ാം സങ്കീർത്തനം 21-ാം വാക്യം. ചില സ്റ്റെപ്പുകൾ നമുക്കൊന്ന് കയറാം. വായിക്കാം. വായിച്ചു കഴിഞ്ഞിട്ട് എഴുതാം. ടോണി പാസ്റ്റർ വായിച്ചു കഴിഞ്ഞിട്ട് എഴുതാം. അപ്പൊ അത്രയും ടൈം സേവ് ചെയ്യാൻ പറ്റും. അതാ, വായിച്ചോളൂ. നിന്റെ കൽപ്പനകളെ വിട്ടു നടക്കുന്നവരായി ശപിക്കപ്പെട്ട അഹങ്കാരികളെ നീ. അപ്പൊ ആരാണ് ശപിക്കപ്പെട്ടവർ? ദൈവകൽപ്പനകളെ വിട്ടു നടക്കുന്നവർ, ദൈവകൽപ്പനയുമായി ദൂരം സൂക്ഷിക്കുന്നവരാണ് എന്ന കാര്യം അറിഞ്ഞിരിക്കണം. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ബൈബിൾ പറഞ്ഞിരിക്കുന്ന കൽപ്പനകളിൽ നിന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. പുതിയ നിയമമാണ് നമുക്ക് തന്നിരിക്കുന്ന കൽപ്പനകൾ. അതിൽ നിന്ന് ദൂരം കീപ്പ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ആ വാക്ക് സൂക്ഷിക്കുക. അവരുടെ വീട്ടിൽ ശാപം നൃത്തം ചെയ്യും. അപ്പൊ കൽപ്പനകളിൽ നിന്ന് വിട്ടു നിൽക്കുക. ഒരു കൽപ്പനയാണ് നിങ്ങൾ സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്നതൊരു കൽപ്പനയാണ്. നിങ്ങൾ തമ്മിൽ സ്നേഹിപ്പീൻ ഒരു കൽപ്പനയാണ്. ദൈവം പറഞ്ഞ ഈ കൽപ്പനകളിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ, ദൂരം നിൽക്കുമ്പോൾ ശാപം കയറി വരികയാണ്. സ്നാനപ്പെടണം കൽപ്പനയാണ്, അത് ക്രിസ്തു പറഞ്ഞ കൽപ്പനയാണ്. അതിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ശാപമാണത്. ആമേൻ. എങ്കിൽ ഇന്ന് രാത്രി കൽപ്പനകളിൽ നിന്ന് വിട്ടു നിൽക്കാനല്ല, അതിനെ കെട്ടിപ്പിടിച്ച് ചുംബിക്കാനുള്ള മാനസിക തലം വേണം എന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം ഒന്ന് സ്തോത്രം ചെയ്ത് ആരാധിച്ചാട്ട്.
അങ്ങനൊരു മെന്റൽ സെറ്റപ്പ് ഈ ക്ലാസ്സിൽ നമുക്ക് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? ദൈവകൽപ്പനയെ ചുംബിക്കുവാനുള്ള മനസ്സ് എൻ്റെ അകത്ത് വരട്ടെ കർത്താവേ, അതിനെ സന്തോഷത്തോടെ സ്വീകരിപ്പാനുള്ള മനസ്സ് ദൈവം എനിക്ക് നൽകണമേ എന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം ഒന്ന് സ്തോത്രം ചെയ്താട്ട്. ഒരു നല്ല പാട്ടുണ്ടല്ലോ, അഴലേറും ജീവിത മരുവിൽ. നിച്ചൽ റോയ് ആണത് പാടേണ്ടത്. എൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയാണ് അദ്ദേഹം. അതിനകത്തുണ്ടോ അല്ലേ, കയ്പുള്ള വെള്ളം കുടിച്ചീടിലും കൽപ്പന പോലെ, അങ്ങനെ പാട്ടില്ലേ നിച്ചൽ? രണ്ടുപേരി ഒന്ന് പാടാം, രണ്ടുപേരി പാടാമോ? കൈപ്പുള്ള വെള്ളം കുടിച്ചിടിലും കൽപ്പന പോലെ നടന്നിടണം. കൈപ്പുള്ള വെള്ളം കുടിച്ചിടിലും കൽപ്പന പോലെ നടന്നിടണം. ഏൽപ്പിക്കയില്ലവൻ ശത്രുക്കയിൽ സ്വർപ്പൂരം നീ അണയും വരെയും അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. ആ കൽപ്പനയെ ഒന്ന് കെട്ടിപ്പിടിക്കാനുള്ള ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്? നാഥ, അങ്ങയുടെ കൽപ്പനകളെ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നൊരു ഹൃദയം ഈ രാത്രി എന്നിൽ വരണം. അതിനോട് വിട്ടു നിൽക്കുമ്പോൾ ഞാൻ കെട്ടുപോകും, എൻ്റെ മട്ട് മാറും, വിവിധ വിഷയങ്ങളുടെ മുമ്പിൽ മുട്ടുകുത്തേണ്ടി വരും, ശാപം എൻ്റെ വീട്ടിൽ കയറി വരും. ഇന്ന് രാത്രി നമുക്ക് ധൈര്യമായി പറയാം, മഹാരാജാവിൻ്റെ കൽപ്പനകളെ ആസ്വദിക്കാൻ തക്കവണ്ണം, ടേസ്റ്റ് ചെയ്യാൻ തക്കവണ്ണം അനുസരിക്കുന്നൊരു ഹൃദയം എന്നിൽ ഉരുവാകട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. അടുത്തൊരു ഭാഗത്തേക്ക് ഞാൻ കിടക്കുകയാണ്. യിരെമ്യാവ് 11:3 വാക്യം എടുക്കാൻ നമ്മൾ ഓരോ പോയിന്റുകൾ കൃത്യമായി പഠിക്കുന്നുണ്ട്. എല്ലാവരും അത് എഴുതി വെച്ച് പഠിക്കണം എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. 11:3 വാക്യം. യിരെമ്യാ 11:3, നീ അവരോട് പറയേണ്ടത് എന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഈ നിയമത്തിൻ വചനങ്ങളെ കേട്ടനുസരിക്കാത്ത മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. അവിടെ നിയമം എന്ന വാക്കല്ല ശരി, നിയമം എന്നതിന് വേറൊരു വാക്കാണ്, അത് തോറ എന്നാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ബൈത്ത് എന്നാണ്, ഉടമ്പടിയുടെ വചനങ്ങളെ എന്നാണ്. അപ്പോൾ ആരാണ് ശപിക്കപ്പെടുന്നത്? ദൈവം നമ്മോട് പറയുന്ന ഉടമ്പടികളുടെ വചനങ്ങളെ അനുസരിക്കാത്തവൻ ശപിക്കപ്പെട്ടവനാണ്. ആമേൻ. കൃത്യമായി അറിയുക, കൽപ്പനകൾ വേറെ, ഉടമ്പടി വേറെ. ദൈവം നമ്മോട് പറഞ്ഞ പുതിയ നിയമ ഉടമ്പടിയുണ്ട്. ആ ഉടമ്പടിയുടെ വചനങ്ങളെ അനുസരിക്കാത്തവൻ ശപിക്കപ്പെട്ടവനാണ്. ആ ശാപം വീട്ടിലുണ്ടാകും. അപ്പൊ രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട, ദൈവസന്നിധിയിലേക്ക് വന്ന ദൈവജനത്തോടും ഞാൻ ഉറക്കെ പറയട്ടെ, ദൈവത്തിന്റെ ഉടമ്പടി ലംഘിച്ച് ശാപം പിന്നെയും വീട്ടിലേക്ക് വരുത്തരുത്. അത് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി തന്നെ ആ ഉടമ്പടിയുടെ അനുസരണത്തിലേക്ക് വരാൻ ഹൃദയം വിതുമ്പൽ കൊള്ളണം, വെമ്പൽ കൊള്ളണം എന്ന് ഓർപ്പിക്കുന്നു. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ഉടമ്പടിയിലേക്കൊന്ന് വരണമെന്ന താല്പര്യം? ഞാനത് ഇംഗ്ലീഷിൽ ഒന്ന് വായിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ടോണി പാസ്റ്ററുടെ കയ്യിൽ ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ടോ? ഇല്ലെങ്കിൽ ഞാനിപ്പോൾ വായിക്കാം. ഇതാ, ശ്രദ്ധിക്കുക. ഇവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: Cursed be the man that heareth not the words of this covenant. This covenant, this law അല്ല, അവിടെ തോറ എന്നല്ല ഉപയോഗിച്ചിരിക്കുന്നത്, ബറിത്ത് എന്ന പദമാണ്, ഉടമ്പടി എന്ന പദമാണ്. ഈ അറിവിലേക്ക് നമ്മൾ വരണം. അപ്പൊ ഉടമ്പടി ലംഘിച്ചാൽ ശാപം വരും. ആമേൻ. എല്ലാവരും കൂടെ ഈ വചനങ്ങൾ കേട്ടതുകൊണ്ട് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായെങ്കിൽ ഡോക്ടർ ജിമ്മൊക്കെ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ വൈഫുണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്. നമുക്ക് പെട്ടെന്ന് അവരെ കൊണ്ടുവന്ന്
ചെസ്റ്റിൽ അവരെന്തൊക്കെ ചെയ്ത് താൽക്കാലികമായിട്ടൊന്ന് രംഗത്ത് കൊണ്ടുവരാൻ നോക്കും. Praise the Lord. എന്നാൽ ഈ ശാപം മാറ്റണമെങ്കിൽ അത് പറ്റില്ല. അവിടെ വരണമെങ്കിൽ മഹാരാജാവായ ക്രിസ്തുവുമായി ഇന്റർപേഴ്സണൽ റിലേഷൻ, ഉടമ്പടി ബന്ധത്തിൽ സ്ഥാപിക്കണമെന്ന് ആഗ്രഹിക്കാൻ എത്ര പേരുണ്ട്? നമുക്കൊന്ന് പുനഃസ്ഥാപിക്കണം ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ബൈ കവനന്റ്. ഒന്ന് ഓർത്ത് സ്തോത്രം പറയാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഉടമ്പടി ബന്ധം ക്രിസ്തുവുമായിട്ടുള്ള ആന്തരിക വൈയക്തിക ബന്ധമാക്കി മാറ്റാൻ വളരെ താല്പര്യമുള്ളവരെല്ലാം പറയാം, ശാപം ഒഴിഞ്ഞു മാറാൻ ഉടമ്പടിയിലേക്ക് തിരിഞ്ഞു വരുന്നതാണ് ആവശ്യം എന്ന കാര്യം മനസ്സിലാക്കുക. ഇവിടെ ഉടമ്പടിയെക്കുറിച്ച് പറയുമ്പോൾ പഴയ പുതിയ നിയമ ഉടമ്പടികളെ കുറിച്ചുള്ള അറിവുണ്ടായിരിക്കണം. ഒരു വാക്യം മാത്രം പുതിയ നിയമത്തിൽ നിന്ന് വായിക്കാം, അത് മാത്രം. അതിനുള്ള സമയം നമുക്കില്ല. എങ്കിലും നിങ്ങളുടെ പഠനത്തിന്റെ വിപുലതയിലേക്ക് വേണ്ടി, വികാസത്തിലേക്ക് വേണ്ടി എബ്രായ ലേഖനം 8-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്കൊന്ന് വരാം. എട്ടാമത്തെ അധ്യായത്തിലേക്ക് ഒന്ന് വരാം. ദയവായി എല്ലാവരും വന്നാട്ടെ. അതിൻ്റെ 7-ാമത്തെ വാക്യം മുതൽ വായിക്കണം. 7-ാമത്തെ വാക്യം മുതൽ. ഒന്നാമത്തെ നിയമം കുറവില്ലാത്തതായിരുന്നു എങ്കിൽ രണ്ടാമത്തതിന് ഇടം അന്വേഷിക്കയില്ലായിരുന്നു. അതെ, ശ്രദ്ധിക്കൂ. ഒരു മിനിറ്റ്, ആക്ഷേപിച്ചുകൊണ്ട് അരുളി നിർത്തി വായിക്കണം. ഫാസ്റ്റ് പോയാലൊക്കില്ല, കാര്യം തെളിയില്ല. പ്രൈസ് ദി ലോർഡ്. എനിക്ക് തോന്നുന്നു ടോണി പാസ്റ്റർ ശാലം ബിബ്ലിക്കൽ സെമിനാരിൽ വായിച്ച് ഹൈ സ്പീഡായി, എന്നെക്കാളും സ്പീഡായി തോന്നിയിരിക്കുന്നു. നന്നായിരിക്കുന്നു, സ്പീഡ് കൂടി നല്ലതാണ്. എങ്കിലും നമുക്ക് ഈ വാക്യം ഒന്ന് നിർത്തി വായിക്കാം. ഞാനിന്ന് വായിക്കട്ടെ. അതിന് ഇംഗ്ലീഷ് ടോണി പാസ്റ്റർ കയ്യിൽ ഉണ്ടെങ്കിൽ ഇംഗ്ലീഷ് വായിച്ചാട്ടെ. ഉണ്ടോ? എന്നാ വായിക്കാം. 8:7. ഇവിടെ ഒന്നാമത്തെ നിയമം കുറവില്ലാത്തതായിരുന്നുവെങ്കിൽ രണ്ടാമത്തേതിന് ഇടം അന്വേഷിക്കില്ല. ഇവിടെ നിയമമാണോ എന്നാണ് വിഷയം. വായിക്കാം. അതെ. For if that first covenant had been faultless, then no place would have been sought for a second. ഫസ്റ്റ് കവനന്റ് ആണ്. എല്ലാവരും ശ്രദ്ധിക്കുക, ഒന്നാമത്തെ നിയമമല്ല, ഫസ്റ്റ് കവനന്റ് ആണ്. ആ ആഴമായ അറിവ് നമുക്കുണ്ടാകണം. എബ്രായ ലേഖനം 8 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിൽ കവനന്റ് ഏത്, ലോ ഏത്, അത് വേർതിരിച്ച് പഠിക്കണം. അപ്പൊ ഒന്നാമത്തെ നിയമമാണ് പഴയ നിയമം. അത് പഴയ ഉടമ്പടിയാണ്. ആ ഉടമ്പടി കുറവുള്ളതാണ്. അപ്പോൾ നമുക്കുള്ളത് പുതിയ ഉടമ്പടിയാണ്. ആ പുതിയ ഉടമ്പടിയുടെ കീഴിലേക്ക് ആര് തല വെച്ച് തിരിച്ചു വരുന്നുവോ അവർക്ക് ദൈവം കൊടുക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള ലിസ്റ്റ് നമുക്കൊന്ന് വായിക്കാം. അതിലേക്ക് ഞാൻ പിന്നെ കടക്കാം. ഒരേ ഒരു ചോദ്യം, അങ്ങനെയാണെങ്കിൽ പുതിയ ഉടമ്പടിയിലേക്ക് ഒന്ന് പ്രവേശിക്കണം, ഒന്ന് മടങ്ങി വരണം, അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് പാദം വെക്കണം എന്ന് ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്? പുതിയ ഉടമ്പടിയുടെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഒന്ന് കാല് വെക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഒന്നിച്ചൊന്ന് സ്തോത്രം ചെയ്ത് ആരാധിച്ചാട്ട്. ഒന്നിച്ച്. ഇവിടെ ഞാൻ പറയുന്നത് ശാപത്തിന്റെ പടികളാണ്. ആ കാര്യം കൃത്യമായി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ പഴയ ഉടമ്പടിയിൽ നിന്നാൽ പറ്റുകയില്ല, പുതിയ ഉടമ്പടിയിൽ തന്നെ വരണം. ആമേൻ. 10-7 വാക്യത്തിലേക്ക് നമുക്കൊന്ന് വരാം. 10-7. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ ഭാഗം കൂടെ നമുക്കൊന്ന് കാണാം. റെഫറൻസ് 10-7. എബ്രായർ 10-7. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് അവൻ പറയുന്നു. അവൻ രണ്ടാമത്തേതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തേതിനെ നീക്കിക്കളയുന്നു. രണ്ടാമത്തേതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തേതിനെ നീക്കിക്കളയുന്നു. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ഉടമ്പടിയിലാണ് നമ്മുടെ പുൾപിറ്റ്.
രണ്ടാമത്തെ ഉടമ്പടിയിലാണ് നമ്മുടെ പുൽപിറ്റ്. അതാണ് പുതിയ നിയമം, പുതിയ ഉടമ്പടി എന്ന് പറയുന്നത്. അപ്പൊ ആ പുൽപിറ്റിൽ നിന്നുകൊണ്ട് അതിലേക്കൊന്ന് തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? പ്രൈസ് ദ ലോർഡ്. പുതിയ ഉടമ്പടിയിലേക്ക് എനിക്കൊന്ന് തിരിച്ചു വരണം, അതിൻ്റെ ഒറിജിൻ ഫാക്ടറിയിലേക്ക് ഒന്ന് വരണമെന്ന് ആഗ്രഹം ഉള്ളവർ എത്ര പേരുണ്ട്? ശരിയായ ഭാഗം കണ്ടുപിടിക്കുന്നവർ ധൈര്യമായി പറയൂ, ഞങ്ങൾ പറഞ്ഞ് ദൂരത്തിലായിപ്പോയി. ആമേൻ. ദൂരത്തിലായിപ്പോയി. എന്നാൽ തിരിച്ചു വരട്ടെ കർത്താവേ, ഞങ്ങൾ തിരിച്ചു വരട്ടെ ദൈവമേ. ആഗ്രഹമുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ടെ. ഞാൻ ആ പുതിയ ഉടമ്പടിയിലേക്ക് വരുമ്പോഴുള്ള ശാപവിമുക്ത ഭാഗങ്ങൾ ശക്തമായി പഠിക്കേണ്ടതുണ്ട് എന്ന കാര്യം ഓർപ്പിക്കട്ടെ. പുതിയ ഉടമ്പടിയിലേക്ക് വരുമ്പോഴുള്ള ശാപവിമുക്ത ഭാഗങ്ങൾ പഠിക്കാനുണ്ട്. ഇനി നമുക്ക് ലളിതമായ 1-2 പാഠങ്ങൾ കൂടെ പഠിക്കണം. എടുക്കാം. യിരെമ്യാവ് 17:5. ശാപം, അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് വായിക്കാം. 17:5. യിരെമ്യാവ് 17:5. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. ഒരു വട്ടം കൂടെ ഒന്ന് നിർത്തി ഒന്ന് വായിച്ച എല്ലാവരും വളരെ ശക്തമായി പഠിക്കേണ്ട ഭാഗമാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് പഠിക്കാൻ വിനീതമായിട്ട് ഓർപ്പിക്കുന്നു. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത് എന്ന് ജസ്റ്റ് എല്ലാവരും ബൈബിൾ എടുത്താട്ടെ. യിരെമ്യാവ് 17:5. ശാപത്തിന്റെ അടുത്ത പോയിന്റ് വളരെ കൃത്യമാണ്. എന്താ? മനുഷ്യനിൽ ആശ്രയിക്കുക, ജഡത്തെ ഭുജമാക്കുക, ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുക. 3 കാര്യങ്ങളാണ്. മനുഷ്യനിലെ ആശ്രയം, സ്വന്തം ജഡത്തെ ആശ്രയിക്കുക, നമ്മുടെ തണ്ടുകൊണ്ട് കാര്യങ്ങൾ നേടിയെടുക്കാമെന്ന മിടുക്ക് കാണിച്ചാൽ അടുക്കിന് ശാപം കയറി വന്ന് വീട്ടിൽ ഇരിക്കുമെന്ന് അറിയുന്നവർ എത്ര പേരുണ്ട്? ആമേൻ. നമ്മുടെ മിടുക്ക് കാണിക്കുകയാണ്, ആ ശാപം വീട്ടിൽ നിന്ന് പോകില്ല. എന്നാൽ തിരിച്ചു വന്ന് പറയണ, കർത്താവേ, എൻ്റെ ജഡം ഞാൻ ഉപയോഗിച്ചു, എൻ്റെ ജഡം കൊണ്ട് ഇത് നേടാൻ ഞാൻ തയ്യാറായി, എൻ്റെ ശക്തി കൊണ്ട് നേടാൻ തയ്യാറായി. ഇതല്ലേ ക്രൈസ്തവ ഗോളങ്ങളിലെ ഡിനോമിനേഷനുകളിലെ സ്പിരിറ്റ്. ഞാൻ തൽക്കാലം അവിടെ നിർത്തേണ്ട. യൂട്യൂബിലൂടെ കേൾക്കുന്നവരോട് പറയുകയാണ്, എന്തൊരു സ്പിരിറ്റാണ്. ഞാനും നമ്മുടെ ജേക്കബ് ജോൺ പാസ്റ്ററും ഇലക്ഷൻ നിൽക്കുകയാണെങ്കിൽ എൻ്റെ പ്രോഗ്രാം എന്താണ്? ജേക്കബ് ജോൺ പാസ്റ്ററുടെ കുറവുകളും കുറ്റങ്ങളൊക്കെ എല്ലാ സെന്ററുകളിലും ചെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കണം. കാരണം എൻ്റെ പിന്നാലെ വരണം. അപ്പൊ എൻ്റെ ജഡം കൊണ്ട് ഞാൻ മറ്റുള്ളവരെ വലിച്ചെടുക്കുകയാണ്. അവർ ശപിക്കപ്പെട്ടവരാണെന്ന് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ശാപമുള്ളവരാണ്, ശപിക്കപ്പെട്ടവരാണെന്ന് അറിയണം. അത് ശരിയാണോ? എടുക്കാം. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം എടുത്താട്ടെ. ഞാൻ ഈ പറയുന്നതൊക്കെ ഒത്തന്റിക് തെളിവുകളാണ്. നിങ്ങൾ എല്ലാവരും ബൈബിൾ ശരിക്കും നോക്കുക. വളരെ ഒത്തന്റിക്കായ തെളിവുകളാണ്. 20-ാം അധ്യായം 28 മുതലുള്ള വാക്യങ്ങൾ ദയവായിട്ടൊന്ന് വായിക്കാം. ഈ തെളിവുകൾ കറക്റ്റ് ആണെന്ന് നോക്കാം. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻ കൂട്ടം മുഴുവനെയും സൂക്ഷിച്ചു കൊള്ളുവീൻ. അടുത്തത്, ഞാൻ പോയ ശേഷം ആട്ടിൻ കൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ, ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ, വായിച്ചാട്ടെ, നിങ്ങളുടെ ഇടയിൽ കടക്കും. എന്താ അവരുടെ ലക്ഷണം? ആ ലക്ഷണം ഒന്ന് വായിച്ചാൽ അറിയാം കൊടിയ ചെന്നായ ആണോ അല്ലയോ എന്നതിന്റെ ലക്ഷണം എന്താണ്. വായിച്ചാട്ടെ താഴോട്ട്. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ച് ഒരു 50 അണ്ടർലൈൻ ചെയ്താട്ടെ ടോണി പാസ്റ്റേ. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിക്കുക എന്നുള്ളതാണ് ഈ കൊടിയ ചെന്നായുടെ സ്വഭാവം.
വിഷമമുണ്ടോ ഒരു അണ്ടർലൈൻ ചെയ്യാൻ? ഹല്ലേലൂയ. ഇത് കൃത്യമായി അറിയണം, കൃത്യമായി എല്ലാവരും അറിയണം. അവർ കൊടിയ ചെന്നായ്ക്കളാണ്. അവരാണ് സഭയുടെ ശാപം, അവരാണ് പ്രസ്ഥാനത്തിന്റെ ശാപം. പിന്നാലെ വലിച്ചു കളയുകയാണ്. പോരാ, അടുത്ത ഭാഗം കൂടെ ശ്രദ്ധിക്കൂ. പിന്നാലെ വലിച്ചു കളയുക മാത്രമല്ല, അടുത്തത് വിപരീതോപദേശം പ്രസ്താവിക്കുന്ന അവരുടെ നിലനിൽപ്പിന് വേണ്ടി എന്ത് ഡോക്ടറിനും അവർ ഉണ്ടാക്കും, ഏത് നിയമവും ഉണ്ടാക്കും, ബൈബിൾ വെടിഞ്ഞായാലും. അവരുടെ അതാ ശാപം എന്ന് പറയുന്നത്. ആ ശാപം നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറാൻ ദൈവം പ്രവർത്തിച്ചെങ്കിലേ പറ്റൂ എന്നറിയുന്നവർ എത്ര പേരുണ്ട്? ആമേൻ. അതിനകത്തിലേക്ക് നമുക്ക് കടക്കാം. ഞാൻ പിന്നാലെ അത് പരിഹാര മാർഗങ്ങൾ പറയുന്നുണ്ട്. റെമഡി ഓഫ് ദ കേഴ്സ് എന്ന സബ്ജക്റ്റിലേക്ക് നമ്മൾ വരുന്നുണ്ട്. വിപുലമായിട്ട് അത് പഠിക്കേണ്ടതുണ്ട്. ഒരു ചോദ്യം കൂടി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. ആ ചോദ്യം ഇതാണ്: ഇത്ര വലിയ ശാപത്തിലേക്ക് നയിക്കുന്ന വലിയ വീര്യ ചിന്ത ജഡം ഉണ്ടാക്കി തരുന്നുണ്ടെങ്കിൽ അതിനോട് യാത്ര പറയാൻ സ്വാതന്ത്ര്യം കൊടുക്കാത്ത, വ്യക്തികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാത്ത, അവരുടെ വലയിലേക്ക് കൊണ്ടുവരുന്ന, അവരുടെ വലയിൽ നിർത്താൻ നോക്കുന്ന, ഇങ്ങനെ സ്വാതന്ത്ര്യഹീനത വരുത്തുന്ന വല്ലാത്ത ജഡീക പ്രോഗ്രാം ഉണ്ടെങ്കിൽ അതിനോട് യാത്ര പറയാൻ തയ്യാറായില്ലെങ്കിൽ വീട്ടിൽ ശാപം നൃത്തം ചെയ്യും എന്നതാണ് സത്യം. ഈ ഒരു അറിവിലേക്ക് ആര് വരുന്നുണ്ട്? അവൻ ശപിക്കപ്പെട്ടവനാണ്. ജേക്കബ് ജോൺ പാസ്റ്റർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാതെ ഞാൻ അദ്ദേഹത്തെ കീഴ്പ്പെടുത്തുന്നുണ്ടെങ്കിൽ ദൈവം സമ്മതിക്കയില്ല എന്നറിയുന്നവർ എത്ര പേരുണ്ട്? ജഡത്തെ തന്റെ ഭുജമാക്കി തീർത്ത്, നിങ്ങൾ ശ്രദ്ധിക്ക് മനസ്സിലാക്കണം, ഹൃദയം കൊണ്ട് യഹോവയെ വിട്ട് മനുഷ്യനിൽ ആശ്രയിക്കുന്ന ഏത് വ്യക്തികളും ശപിക്കപ്പെട്ടവരാണ് എന്ന കാര്യം അറിഞ്ഞിരിക്കണം. ഇത്ര വലിയ ഒരു പ്രോഗ്രാമിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരുമ്പോൾ ഇന്ന് രാത്രി ആ ശാപം എന്റെ വീട്ടിൽ നിലനിൽക്കണ്ട. പ്രൈസ് ദി ലോർഡ്. ദൈവം കൊടുത്ത സ്വാതന്ത്ര്യത്തെ കെട്ടിവരിഞ്ഞു കൊണ്ടുവരുന്ന എത്ര വലിയ മിടുക്കന്മാരായാലും അത് ശാപത്തിനിരയാണെന്ന് അറിയുന്നവർ എത്ര പേരുണ്ട്? ആമേൻ. ആ കാര്യം അറിയുന്നവരെല്ലാം ദൈവത്തെ സ്തുതിച്ചാട്ട്. ദൈവമേ, ഇനി ദൈവം കൊടുക്കുന്ന സ്വാതന്ത്ര്യത്തെ സ്വാതന്ത്ര്യമായി തന്നെ കാണാൻ എന്റെ ഹൃദയം വിശാലമാക്കണമെന്ന് അറിയുന്നവരെല്ലാം ദൈവത്തെ സ്തുതിച്ചാട്ട്. ജഡത്തെ ഭുജമാക്കണ്ട. നമ്മുടെ കഴിവുകളെ പാപശാപ പുൽപ്പിറ്റുണ്ടാക്കാനായി ഒരിക്കലും വിട്ടുകൊടുക്കരുത് എന്ന് ചിന്തിക്കുന്നവർ എത്ര പേരുണ്ട്? നമ്മുടെ താലന്തുകളെ, നമ്മുടെ കഴിവുകളെ, നമുക്കുള്ള ശക്തിയെ, നമുക്കുള്ള പണശേഷിയെ, നമുക്കുള്ള എക്കണോമിക്കൽ സിസ്റ്റത്തെ ഒന്നും ഇങ്ങനെയുള്ള വിഷയങ്ങൾക്കല്ല ഉപയോഗിക്കേണ്ടത്. അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ശാപം വിട്ടുപോകയില്ല എന്നറിയുന്നവർ എത്ര പേരുണ്ട്? അതിന് റെമഡി കിട്ടണമെങ്കിൽ കരഞ്ഞ് തമ്പുരാന്റെ അടുക്കൽ ചെന്നേ പറ്റൂ. ദൈവമേ, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി. സ്വാതന്ത്ര്യം കൊടുക്കാതെ എന്റെ വലയിലേക്ക് കൊണ്ടുവരുന്ന കൊടിയ ചെന്നായ്ക്കളുടെ സ്വഭാവം എനിക്ക് വേണ്ട. ആ ശാപം എന്റെ വീട്ടിൽ നൃത്തം വയ്ക്കാൻ ഞാൻ അനുവദിക്കുകയില്ല എന്നുള്ളവർ എത്ര പേരുണ്ട്? ഇനി നമുക്ക് ഒരു വാക്യം കൂടെ ഇപ്പോൾ വായിക്കാം. ദയവായി എല്ലാവരും ശ്രദ്ധിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇത് പറയുമ്പോൾ നന്നായി ശ്രദ്ധിച്ചു വായിക്കുക. യിരെമ്യാവ് 48:10. ദയവായി എല്ലാവർക്കും അറിയുന്ന വാക്യാണത്. അതുകൂടെ വായിക്കാം. ഒരു പോയിന്റ് കൂടെ നമുക്കൊന്ന് ചിന്തിക്കാം. 70 അതിന്റെ വിശാലതയിലേക്ക് ഒന്ന് വരാം. യിരെമ്യാവ് 48:10. യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. ആ വാക്കൊന്നോട് വായിച്ച പാസ്റ്ററെ. യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. അപ്പൊ ശാപം വരുന്നത് ദൈവപ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവനാ. നമ്മുടെ വീട്ടിൽ ആ നിലയിലും ശാപം കയറി വരും. ഇത് പറയുമ്പോൾ 2 പത്രോസിന്റെ ലേഖനം നമ്മളൊന്ന് എടുക്കണം. ഇതൊക്കെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കൃത്യമായി അറിയാം. ഈ ക്ലാസ്സിൽ മണിക്കുട്ടൻ പാസ്റ്റർ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എന്റെ സ്നേഹിതനാണ്. അദ്ദേഹത്തെ കാണാനിടയായതിൽ സന്തോഷം. അദ്ദേഹം ഷാർജയിൽ നിന്നാണ് അറ്റൻഡ് ചെയ്യുന്നത്.
അങ്ങനെ പലരും അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. നമുക്കൊന്നെടുക്കാം, വായിച്ചാട്ടെ. 2 പത്രോസ് 1:5 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കാം. 5 മുതൽ വായിച്ചിട്ട് 11 വരണം. 5-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. കർത്താവിന്റെ ദാസൻ: അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച്. അയ്യോ, ടോണി പാസ് തെറ്റിച്ചു വായിച്ചോ. സാന്നല്ലല്ലോ, ഷാന്നല്ലേ വായിക്കേണ്ടത് അല്ലേ? ഒന്ന് നോക്കിയെല്ലാവരും. നമുക്ക് തെറ്റിയോ? നമ്മുടെ ഇന്നത്തെ വർക്ക് അനുസരിച്ച് ശകല ഉത്സാഹം എന്നാ. പക്ഷെ ബൈബിള് പറയുന്നത് ഷായല്ല, സകല ഉത്സാഹവും കഴിച്ച്. ഒരു ആമേൻ പറയാൻ സന്തോഷമുള്ളവർ എത്ര പേരുണ്ട്? അപ്പൊ പുതിയ നിയമത്തിൽ ഇതിന്റെ ആഴം വലുതാണ്. എല്ലാ ഉത്സാഹവും കഴിച്ചാണ് കാര്യങ്ങൾ നടത്തേണ്ടത്. അങ്ങനെ ഉത്സാഹിച്ച് ചെയ്യുന്നവരെ മടുപ്പിച്ചാൽ അതിന്റെ ശാപം കൂടെ വലിച്ച് കേറ്റേണ്ടി വരുമെന്ന് അറിഞ്ഞിരിക്കുക. അതിന്റെ റീസൺ എന്താ? 11-ാം വാക്യം വായിച്ച് സമയം കഴിഞ്ഞു, എങ്കിലും 11-ാം വാക്യം വായിച്ച് അതിന്റെ ആഴെത്രയാണെന്ന് അറിയണ്ടേ? ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറി പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. അതങ്ങനെ തന്നെ ഒന്നും കൂടെ നിർത്തി വായിച്ചോളൂ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നിർത്തി തരണം. ഞാൻ ഒരു പോയിന്റ് പറയാം. ഇങ്ങനെ ചെയ്താൽ, അപ്പോൾ ഉദാസീനതയോടെ ചെയ്താൽ പ്രവേശനമില്ല. ഉദാസീനതയോടെ ചെയ്താൽ നിത്യരാജ്യത്തിലേക്ക് പ്രവേശനമില്ല. ഉദാസീനതയോടെ ചെയ്യാൻ നിർബന്ധിക്കുന്നവർ ശ്രദ്ധിക്കുക, ശാപം നിന്റെ വീട്ടിൽ വരും, ശാപിക്കപ്പെട്ടവനായി നീ മാറും. അതുകൊണ്ട് ഇന്ന് രാത്രി അങ്ങനെയല്ല വേണ്ടത്. ഇങ്ങനെ ചെയ്താൽ ഇടറിപ്പോകാതെ, ആ വാക്ക് നിങ്ങൾ നോട്ട് ചെയ്യൂ, ഇടറിപ്പോകാതെ. ഗംഭീരമായി പഠിക്കേണ്ട ഭാഗങ്ങളാണിതെല്ലാം. ഇടറിപ്പോകാതെ നമുക്ക് നോക്കാം. ഇങ്ങനെ ചെയ്താൽ ഇടറിപ്പോകാതെ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. അപ്പോൾ ദൈവരാജ്യത്തിലേക്കുള്ള, നിത്യരാജ്യത്തിലേക്കുള്ള എൻട്രൻസ് നഷ്ടപ്പെടുത്തുന്ന പ്രോഗ്രാമാണ് ശാപം. ആ ധാരാള പ്രവേശനം ഇല്ലാതാക്കുന്നതാണ് ശാപം. അത് എൻ്റെ ജീവിതത്തിൽ വരാതിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? ആമേൻ. സകല ഉത്സാഹവും കഴിച്ച് രംഗത്ത് വരാൻ ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? ഞാൻ എത്ര വയ്യെങ്കിലും ദിവസവും 4, 5, 6, 7, 8, 13 മണിക്കൂറുകൾ ദൈവരാജ്യത്തോട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. തുറന്നു പറയട്ടെ, എൻ്റെ ശരീരം ക്ഷീണിച്ച് കിടപ്പിലായാൽ പോലും അന്നും ഞാൻ 6.5 മണിക്കൂർ പനി, വേദന എല്ലാം വന്ന് കിടന്നു കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ്. എന്നിട്ടും അന്ന് ഞാൻ 2.5 മണിക്കൂർ തിരുവെഴുത്ത് പഠിച്ച് പ്രാർത്ഥിച്ച് ആമേൻ തയ്യാറാക്കി നോട്ടുകൾ. ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മുടെ ഉത്സാഹം നഷ്ടപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? ശാപം എൻ്റെ വീട്ടിൽ കയറി വരരുത്. അതിന്റെ ഏറ്റവും വലിയ റീസൺ, നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശന കവാടം ലോക്ക് ചെയ്യുന്നത് ഞാൻ തന്നെ ആകരുത്. ഞാൻ എൻ്റെ ജീവിതത്തിന്റെ പ്രവേശനം നഷ്ടപ്പെടുത്തരുത് എന്ന് ചിന്തിക്കുന്നവരെല്ലാം ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകൾ അടച്ച് ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഒരു നിമിഷം നിങ്ങളുടെ കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ശാപം എൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തെ അടച്ചു കളയുന്ന പ്രോഗ്രാമാണെങ്കിൽ അതിനെ തള്ളിവിടാൻ, അതിനെ ഇല്ലാതാക്കാൻ, വേരോടെ പറിച്ചു മാറ്റാൻ ഞാൻ തയ്യാറാണ് കർത്താവേ എന്നുള്ളവരെല്ലാം ഒന്ന് സ്തോത്രം ചെയ്ത് ആരാധിച്ചാട്ടെ. ജഡത്തെ ഭുജമാക്കി മറ്റുള്ളവരെ സ്വാധീനിച്ച് നമ്മുടെ കീഴിൽ കൊണ്ടുവരണമെന്ന് മാത്രമുള്ള ശാഠ്യം തെറ്റാണ്. അത് ശാപത്തിനിരയാകും. നാളെ അത് തെളിയും. അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതുപോലെ തന്നെ ഉദാസീനതയോടെ ചെയ്താൽ തെറ്റാണ്. അതും നമ്മൾ കണ്ടു. മാത്രമല്ല, ശത്രുവിന്റെ ജീവനെ
നമ്മുടെ ജീവനേക്കാൾ താഴെ ചെന്ന് കണ്ട് അവനെ നശിപ്പിക്കാൻ നോക്കുകയാണെങ്കിൽ അതും അപകടമാണ്. ഇന്ന് രാത്രി എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഇതിൽ നിന്നെല്ലാം ശരിയായൊരു വിടുതൽ ക്രിസ്തു മുഖാന്തരം എനിക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം നമുക്കൊരു വാക്കല്പസമയം ഒന്ന് പ്രാർത്ഥിക്കാം. ഈ നിമിഷത്തിൽ ആരും ഇറങ്ങിപ്പോകരുതേ. ഒരു 2-3 മിനിറ്റ് പ്രാർത്ഥനയ്ക്ക് എടുക്കുന്നുള്ളല്ലോ, അത് കഴിഞ്ഞാൽ ആമേൻ പറഞ്ഞ് നമ്മൾ തിരികെയാണ്. ഇത്രയും വിലപ്പെട്ട സമയത്ത് നമ്മൾ ദൂതുകൾ കേട്ടുകൊണ്ടിരിക്കുക. ഈ ടൈമിൽ എത്ര പേർക്കൊന്ന് പ്രാർത്ഥനയ്ക്കായി തയ്യാറുണ്ട്? ശാപം എൻ്റെ കുടുംബത്തെ ഉലച്ചു കളയാതെ, ക്രൂശിൽ തീർന്നുപോയ ശാപത്തെ തിരിച്ചു കൊണ്ടുവരാതെ ക്രിസ്തുവിൽ വലിയ വിജയം കൊയ്യണമെന്ന് ആഗ്രഹമുള്ളവർ എല്ലാവരും ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ട് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥനയ്ക്കായി സമയം വേർതിരിക്കാം. ദയവായി എല്ലാവരും പ്രാർത്ഥനയ്ക്കായി തങ്ങളുടെ സമയം വേർതിരിച്ചാട്ട്. ശുരബലാസിയാരകഷ് വളരെ ഡെപ്തുള്ള സ്റ്റഡിയാണ് ഇന്ന് രാത്രി നമ്മുടെ കൈവശം ദൈവം തന്നത്. അധ്യക്ഷനായ കർത്താവിന്റെ ദാസനിലേക്ക് മൈക്ക് ഞാൻ കൈമാറുമ്പോൾ നിങ്ങളോട് തുറന്നു ചോദിക്കുകയാണ്, ഈ തിരുവെഴുത്തുകളോട് നീതി പുലർത്താൻ എൻ്റെ ഹൃദയം വെമ്പൽ കൊള്ളുന്നു എന്നുള്ളവരെല്ലാം ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കാമോ? ഇന്ന് കേട്ട തിരുവെഴുത്തിനോട് നീതി പുലർത്താൻ എൻ്റെ ഹൃദയം വെമ്പൽ കൊള്ളുന്നു. ഗോഡ് നോസ്, എൻ്റെ ദൈവം ആ കാര്യം അറിയുന്നു എന്നുള്ളവർ സ്തോത്രം ചെയ്താട്ട്. എൻ്റെ കർത്താവ് ആ കാര്യം അറിയുന്നു. ആമേൻ. അത് ദൈവം അറിയുന്നു എന്നുള്ളവരെല്ലാം ഒന്ന് സ്തോത്രം ചെയ്താട്ട്. അത് നിങ്ങളുടെ ഉള്ളുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചാട്ട്. മൈക്ക്